കഥകഥ കസ്തൂരി എന്ന മഹാഭാരത കഥയുടെ 7ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മളിപ്പോൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് നിർത്തിയത് കജന്റെയും ദേവയാനിയുടെയും പ്രണയത്തിന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ദേവയാനിയും ശർമ്മിഷ്ഠയും തമ്മിലുള്ള കലഹത്തിന്റെ കഥയിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. വളരെ ചെറിയൊരു കാര്യത്തിന്, ഒരു വസ്ത്രം, കാറ്റത്ത് വസ്ത്രം മാറിപ്പോയതിന്റെ പേരിൽ കൂട്ടുകാരികൾ തമ്മിൽ പിണങ്ങുകയും ആ പിണക്കം പിന്നീട് വലിയ ഒരാളെ മറ്റേയാളുടെ അടിമയാക്കി മാറ്റുന്ന വലിയ തരത്തിലേക്ക് വളരുകയും ചെയ്യാണ് കഥയിൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പൊ ദേവയാനി ശർമ്മിഷ്ഠയെ അവളുടെ ദാസിയാക്കി മാറ്റി. ശർമ്മിഷ്ഠ അതിന്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിന്ന് ആകെ മാറിയിട്ട് ഒരു രാജകുമാരിയായിട്ട് വളർന്ന ശർമ്മിഷ്ഠ പെട്ടെന്ന് ദേവയാനിയുടെ ദാസിയായിട്ട് ദേവയാനി പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട്, അവളുടെ വസ്ത്രം ശരിയാക്കി കൊടുക്കുക, അവൾക്ക് അലങ്കാര കൂട്ടുകളൊക്കെ ഒരുക്കി കൊടുക്കുക, കുളിക്കാൻ നേരത്തെ എണ്ണ തേച്ചു കൊടുക്കുക, ഇങ്ങനെ എല്ലാ ജോലികളും ചെയ്തു കൊടുത്തിട്ട് ഒരു എന്താ പറയാ, ഒരു ശരിക്കുമുള്ള ഒരു ദാസിയുടെ രീതിയിലേക്ക് ശർമ്മിഷ്ഠ ജീവിക്കാൻ ശീലിക്കണം. അങ്ങനെ ഒരു ദിവസം കാട്ടില് ശർമ്മിഷ്ഠയും ദേവയാനിയും കൂടെ കാട്ടിൽ, അവിടെ കുറച്ച് തോഴിമാരുണ്ട്, കാട്ടിലിരിക്കാൻ. കാടെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കാട്ടിൽ പോകുന്നമാതിരി ബസ് കയറി പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അവരുടെ തപോവനവും രാജ്യവും ഒക്കെ തന്നെ ഇടക്കിടക്ക് നാടും കാടും ഒക്കെ ഇടവിട്ടാണ്. അപ്പൊ രാജ്യത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് വന്നു എന്ന് വിചാരിച്ചാൽ മതി. അതായത് വൃഷപർവാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ടൊരു കാട്ടിലേക്ക് വന്നു. കാട്ടിൽ അവരിയ്ക്കുന്നു, കൂട്ടുകാരികളൊക്കെ ഇരിക്കുന്നുണ്ട്, സഖിമാരുണ്ട്, ദേവയാനിയുടെ സഖിമാരുണ്ട്, ശർമ്മിഷ്ഠയുണ്ട്. ശർമ്മിഷ്ഠ ദേവയാനിയുടെ കാല് തടവിക്കൊണ്ടിരിക്കുകയാണ്. അവള് ദാസിയായതുകൊണ്ട് അവൾക്ക് അന്ന് ഏൽപ്പിച്ച പണി അതാണ്, കാല് തടവുക എന്നുള്ള ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കാല് തടവിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നേരത്തെ വന്നതുപോലെ യയാതി ഒരിക്കൽ കൂടി അവിടേക്ക് വരികയാണ്. നേരത്തെ യയാതി വന്ന കാര്യം പറഞ്ഞല്ലോ. ദേവയാനി പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുമ്പോൾ യയാതി ആ വഴിക്ക് വന്നിട്ടാണ് പൊട്ടക്കിണറ്റിൽ നിന്നും ദേവയാനിയെ കൈപിടിച്ച് ഉയർത്തി അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത്. അന്ന് ആരാണ് എന്നൊന്നും ചോദിക്കാൻ ദേവയാനിക്ക് അത്തരം ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. താൻ കുലീനനാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് എന്റെ കൈ പിടിച്ചോളൂ, എന്നെ രക്ഷപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞു കൈ നീട്ടിക്കൊടുത്തു. കൈ പിടിച്ച് ഇയാള് യയാതി ദേവയാനിയെ കിണറ്റിൽ നിന്നും പുറത്ത് എടുക്കുകയും ചെയ്തു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോ ഇവിടെ വളരെ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്, കൂട്ടുകാരികളുമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല ദേവയാനി വിജയിച്ച ഒരവസ്ഥയിലാണ്. ശർമ്മിഷ്ഠയെ ദാസിയാക്കി അവളെ കൊണ്ട് കാല് തടവിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് യയാതി അവിടെ വരുന്നത്. അപ്പൊ യയാതി ചോദിച്ചു, പിന്നെ ആരാണ് നിങ്ങൾ, എന്താണ് നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്, ആരാണ് നിങ്ങൾ, ഈ സുന്ദരികളായിട്ടുള്ള അതിസുന്ദരികളായിട്ടുള്ള നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ദേവയാനി പറഞ്ഞു, ഞാൻ ദേവയാനിയാണ്, ശുക്രാചാര്യരുടെ മകളാണ്, ഇതെന്റെ ദാസിയാണ് ശർമ്മിഷ്ഠ, ഇവള് വൃഷപർവാവിന്റെ മകളാണ് എന്ന് പറഞ്ഞു. അപ്പൊ യയാതിക്ക് വലിയ അത്ഭുതമായി. വൃഷപർവാവിന്റെ മകളായിട്ടുള്ള, വൃഷപർവ രാജാവിന്റെ മകളായിട്ടുള്ള ശർമ്മിഷ്ഠ എങ്ങനെയാണ് നിങ്ങളുടെ ദാസിയായി മാറിയത് എന്ന് ചോദിച്ചു. അതിന് ദേവയാനിയോ ശർമ്മിഷ്ഠയോ മറുപടി പറയുന്നില്ല. അവർ പറയുന്നതാകെ അത് വിദ്യയാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് തൽക്കാലം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ദേവയാനി തിരിച്ചു ചോദിച്ചു, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അങ്ങ് ആരാണ് എന്ന് ചോദിച്ച സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ യയാതിയാണ്, ഇങ്ങനെ ഹസ്തിനപുരത്തെ രാജാവാണ്, യയാതിയാണ് എന്ന് പറഞ്ഞു. ഈ പറച്ചിൽ കേട്ടതോടുകൂടി ദേവയാനിയുടെ മനസ്സിൽ വേറെ ചില പദ്ധതികൾ പുറത്തേക്ക് വരികയാണ്. കാരണം അതിനു മുമ്പ് ദേവയാനി കണ്ടിട്ടുണ്ട് യയാതിയെ. ഇയാളാണ് എന്റെ കൈ പിടിച്ച് എന്നെ കിണറ്റിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നത് എന്ന് അറിയുകയും ചെയ്യാം. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇയാൾ ഹസ്തിനപുരത്തിന്റെ രാജാവാണ് എന്നുള്ള കാര്യം നേരത്തെ ദേവയാനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോ അത് മനസ്സിലായി, ഹസ്തിനപുരത്തിന്റെ രാജാവാണ് എന്ന കാര്യം മനസ്സിലായി. അപ്പൊ ഉടനെ ദേവയാനി പറഞ്ഞു, അല്ലയോ രാജൻ, എന്നെ അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, അങ്ങ് പണ്ടൊരിക്കൽ എന്റെ കരം ഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങ് എന്റെ കരം ഗ്രഹിക്കുന്നതിന്റെ മുമ്പ് വേറെ ഒരു പുരുഷനും എന്റെ കരം ഗ്രഹിച്ചിട്ടില്ല, എന്റെ കൈ പിടിച്ചിട്ടില്ല. അതിന്റെ ശേഷവും എന്റെ കൈ ആരും പിടിച്ചിട്ടില്ല. ഇനി ജീവിതത്തിൽ ഒരിക്കലും എന്റെ കൈ മറ്റൊരു പുരുഷൻ പിടിക്കുകയും ഇല്ല. അതുകൊണ്ട് അങ്ങ് എന്നെ വിവാഹം ചെയ്യണം.
യയാതിയാകെ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒന്നാമത് കാട്ടിലേക്ക് നായാട്ടിന് വരുന്ന സമയത്ത് വഴിയിൽ ആരെങ്കിലും കല്യാണം കഴിക്കണം എന്ന് വെച്ചിട്ടല്ലല്ലോ വരുന്നത്. പിന്നെ അങ്ങനെ കണ്ട ഉടനെ തന്നെ വിവാഹം കഴിക്കണം എന്നൊരു തോന്നലൊന്നും യയാതിയുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. ദേവയാനിയെ കണ്ട ഉടനെ തന്നെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ കാട്ടിലിരിക്കുമ്പോൾ ആരാണെന്ന് അറിയാൻ വേണ്ടി ഒരു സ്വാഭാവികമായിട്ടുള്ള കൗതുകം കൊണ്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ദേവയാനി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച സമയത്ത് ഇദ്ദേഹം വല്ലാത്ത വിഷമത്തിലായി. രണ്ട് കാരണങ്ങൾക്കുണ്ട്. ഒന്ന്, അദ്ദേഹം അങ്ങനെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ശരി, ഇനി രാജാവാണ്, ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിനും താല്പര്യം ഉണ്ടെങ്കിൽ ധാരാളം വധുക്കളൊക്കെ ആവാം. അതിനൊന്നും വേറെ നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഏകപത്നി വ്രതം അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെ മഹാഭാരതത്തിന്റെ കാലത്ത്. പക്ഷെ പ്രശ്നം എന്താണ്? ദേവയാനി ആദ്യം തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ശുക്രാചാര്യരുടെ മകളാണ് എന്ന് വെച്ചാൽ ബ്രാഹ്മണകുമാരിയാണ്. അപ്പോ യയാതി പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, ഇത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നീ ഒരു ബ്രാഹ്മണകുമാരിയാണ്. ബ്രാഹ്മണകുമാരിയെ വിവാഹം ചെയ്താൽ നിന്റെ അച്ഛനാണെങ്കിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഉഗ്ര തപസ്വിയായിട്ടുള്ള ശുക്രാചാര്യരുമാണ്. സർപ്പത്തെക്കാളും വിഷസർപ്പത്തെക്കാളും ഭയപ്പെടണം ബ്രാഹ്മണനെ എന്നാണ് യയാതി പറയുന്നത്. ക്രുദ്ധനായിട്ടുള്ള ബ്രാഹ്മണനെ, ദേഷ്യം പിടിച്ച ബ്രാഹ്മണനെ ബ്രാഹ്മണൻ പിണങ്ങിയാല് വിഷസർപ്പത്തെക്കാളും ഭയപ്പെടണം. എന്താ കാര്യം? വിഷസർപ്പം ദേഷ്യം പിടിച്ചാല് അതിന് ദേഷ്യമുള്ള ഒരാളെ കുത്തിക്കൊല്ലുള്ളൂ. പക്ഷേ ബ്രാഹ്മണൻ, ക്രുദ്ധനായ ബ്രാഹ്മണൻ, പ്രത്യേകിച്ചും അയാൾ താമസി കൂടെ ആണെങ്കിൽ ഒരു സമൂഹത്തെ ഒന്നാകെ അയാള് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നിന്റെ അച്ഛന്റെ ശത്രുവാവാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ട് ഈ വിവാഹം ഒരിക്കലും നടക്കില്ല. അപ്പൊ ഇത്രയും പറഞ്ഞ സമയത്ത് ദേവയാനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അച്ഛൻ സമ്മതിച്ചാൽ പ്രശ്നമില്ലല്ലോ. ഉടനെ തന്നെ ഒരു തോഴിയെ പറഞ്ഞു വിട്ടിട്ട് ശുക്രാചാര്യരെ കാട്ടിലേക്ക് വിളിപ്പിച്ചു. ശുക്രാചാര്യരുടെ പൊതുവെ ഈ കഥയിലൊക്കെ വരുന്നൊരു സ്വഭാവം ദേവയാനിയോട് അത്രയേറെ പ്രിയമാണ്. മാത്രമല്ല, ദേവയാനിയുടെ ജീവിത കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവൾക്ക് അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പിതാവാണ് ശുക്രാചാര്യർ. നേരത്തെ കജന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ശുക്രാചാര്യർ വനത്തിൽ വന്നപ്പം ഹസ്തിനപുരത്തിന്റെ രാജാവാണ്, യയാതിയാണ്. അദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തോട് ശുക്രാചാര്യർ പറഞ്ഞത്, രാജാവേ, ധർമ്മഭീരുത വേണ്ട. നിങ്ങൾ ചെയ്യുന്നത് അധർമ്മമാണല്ലോ എന്നുള്ള തരത്തിൽ ഭീരുത്വം വേണ്ട. കാരണം ഞാൻ ക്ഷത്രിയനാണല്ലോ, ഒരു ബ്രാഹ്മണകുമാരിയായിട്ടുള്ള പെൺകുട്ടിയാണല്ലോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ധർമ്മഭീരുത വേണ്ട. കാരണം ദേവയാനി നിങ്ങളെ വരിച്ചിരിക്കുന്നു. ദേവയാനി വരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ദേവയാനിയെ വിവാഹം കഴിക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ട്. അതുകൊണ്ട് ധർമ്മഭീരുത വേണ്ട. ഇവിടെ യാതൊരു അധർമ്മവും ഇതിലില്ല. ധൈര്യമായിട്ട് അവളെ വിവാഹം കഴിച്ചോളൂ എന്ന് പിതാവ് സമ്മതം കൊടുക്കുന്നു. അതോടുകൂടെ തന്നെ യയാതിക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് യയാതി ദേവയാനിയെ വിവാഹം ചെയ്യുന്നു. വിവാഹം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ശർമ്മിഷ്ഠയുടെ പിതാവിനോട് ദേവയാനി പറഞ്ഞിട്ടുണ്ട്, എന്റെ വിവാഹം കഴിഞ്ഞാലും എന്റെ ദാസിയായിട്ട് എന്റെ കൂടെ തന്നെ അങ്ങയുടെ മകള് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിവാഹം ചെയ്ത് പോയാൽ പോലും ശർമ്മിഷ്ഠയുടെ ഈ ദാസി എന്ന സ്ഥാനം ഇല്ലാതാവുന്നില്ല എന്നർത്ഥം. വിവാഹം ചെയ്ത് പോകാൻ തയ്യാറായിട്ട് യയാതിയുടെ കൂടെ ഒരുങ്ങി പോകാൻ തയ്യാറായിട്ടുള്ള ദേവയാനിയുടെ കൂടെ ശർമ്മിഷ്ഠ ദാസിയായിട്ട് ശർമ്മിഷ്ഠയും ഇറങ്ങി പുറപ്പെടുകയാണ്. ആ സമയത്ത് ശുക്രാചാര്യര് യയാതിയോട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, ഈ ശർമ്മിഷ്ഠയെ വേണ്ടും വണ്ണം ആദരിക്കണം എന്നാണ്. സാധാരണ ഒരു ദാസിയെ പരിഗണിക്കുന്ന മാതിരി അവൾ എവിടെയെങ്കിലും താമസിച്ചോളും, അവൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോളും, അവൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളും എന്നൊക്കെ വിചാരിച്ചിട്ട് അവളുടെ കാര്യത്തിൽ ഇടപെടാതെ അവളെ അവഗണിക്കരുത്. അവളെ വേണ്ടും വണ്ണം പരിഗണിക്കണം. കാരണം ശുക്രാചാര്യർക്കറിയാം ഈ കുട്ടി ഒരു രാജാവിന്റെ മകളാണ്, ഒരു രാജ്യത്തിന്റെ അവകാശിയായിട്ടുള്ള പെൺകുട്ടിയാണ്. അവളുടെ വിധി വൈപരീത്യം കൊണ്ട് അല്ലെങ്കിൽ ചെറിയ കൂട്ടുകാരികൾ തമ്മിലുണ്ടായ ഒരു തർക്കം കൊണ്ട് തന്റെ വാശി കൊണ്ടൊക്കെ അടിമയായി മാറിയതാണ് ഈ പാവം പെൺകുട്ടി. അതുകൊണ്ട് അവളെ നന്നായിട്ട് നോക്കണം, അവളെ ആദരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ശുക്രാചാര്യർ പറയുന്നുണ്ട്. പറയുന്നത്, രാജാവേ, ഇവളെ വരിക്കരുത്. ശുക്രാചാര്യർക്കറിയാം ഒരു ദേവയാനിയെ പോലെയോ ഒരുപക്ഷെ ദേവയാനിയെക്കാളും കൂടുതലോ സുന്ദരിയാണ് ശർമ്മിഷ്ഠ. അപ്പൊ അതുകൊണ്ട് ശർമ്മിഷ്ഠയെ ദാസിയായിട്ട് കൂട്ടിക്കൊണ്ടുപോയും അവളെ ആദരിക്കുകയും അവളെ കൂടെ താമസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷ സഹജമായിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ള ഒരു രാജാവിന്റെ സഹജമായിട്ടുള്ള തോന്നലനുസരിച്ച് ശർമ്മിഷ്ഠയോട് പ്രണയം തോന്നാനോ ഇഷ്ടം തോന്നാനോ വേറെ പ്രത്യേക തരത്തിൽ അവളെ വരിക്കണമെന്ന് തോന്നാനോ ഒക്കെ സാഹചര്യമുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും
ശർമ്മിഷ്ഠയെ വരിക്കരുത് എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി ശുക്രാചാര്യർ കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ മുന്നറിയിപ്പ് ലംഘിക്കുന്നതോട് കൂടിയാണ് പിന്നീട് ദീർഘിച്ച ചരിത്രം, ഒരുപക്ഷെ ഹസ്തിനപുരത്തിന്റെ ബാക്കിയുള്ള ഒരുപാട് ചരിത്രത്തിലേക്ക് പോകുന്നത് ഈ മുന്നറിയിപ്പ് ലംഘിക്കുന്നതുമായിട്ടുള്ള വലിയ ബന്ധമുണ്ട്. അങ്ങനെ അത് സമ്മതിച്ചു. യയാതിയും ദേവയാനിയും ശർമ്മിഷ്ഠയും കൂടി കൊട്ടാരത്തിലേക്ക് ചെന്നു. ഇന്ദ്രപുരിയിലാണ് ഇന്ദ്രപുരിയിലുള്ള രാജധാനിയിലാണ് യയാതിയും ദേവയാനിയും താമസിച്ചത്. ശർമ്മിഷ്ഠയ്ക്ക് വളരെ മാന്യമായിട്ട് തന്നെ ശർമ്മിഷ്ഠയ്ക്ക് അശോകവനിയിൽ ഒരു പ്രത്യേക മന്ദിരം, ഒരു കൊട്ടാരം പോലത്തെ ഒരു മന്ദിരം തന്നെ അശോകവനിയിൽ ശർമ്മിഷ്ഠയ്ക്ക് ഏർപ്പെടുത്തി കൊടുത്തു. അവിടെയാണ് ശർമ്മിഷ്ഠ താമസിച്ചത്. കുറച്ചു കാലം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. ദേവയാനിക്ക് ഒരു പുത്രൻ പിറന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ പുത്രൻ അവർ യദു എന്ന് പേരിട്ടു. ആ കുട്ടിയോട് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശർമ്മിഷ്ഠയുടെ സങ്കടവും വിഷമവും താൻ എന്തിനാ ജീവിക്കുന്നുണ്ടെന്നുള്ള തോന്നലൊക്കെ വല്ലാതെ വർദ്ധിക്കാൻ തുടങ്ങി. ഒരു വാശിക്ക് പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്റെ രാജ്യത്തിന് വേണ്ടി, എന്റെ ബന്ധുക്കൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം ത്യജിക്കുകയാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും തന്റെ യൗവനം, തന്റെ ആരോഗ്യം, തന്റെ ചെറുപ്പം, തന്റെ എല്ലാ മോഹങ്ങളും ഒരു ദാസിയായിട്ട് ഈ കൊട്ടാരത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നു. എന്തിന്റെ പേരിൽ? കൂട്ടുകാരിയോട് വളരെ യാദൃശ്ചികമായിട്ടുള്ള ഒരു പിണക്കത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ശർമ്മിഷ്ഠയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനെ എങ്ങനെ മുറിച്ചു കിടക്കണം, എങ്ങനെയാണ് താൻ ഈ അടിമത്തത്തിൽ നിന്ന് മോചിതയാവേണ്ടത് എന്നതിനെ കുറിച്ച് ശർമ്മിഷ്ഠ വല്ലാതെ ആലോചിച്ച് വേവലാതിപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം യയാതി ഒറ്റയ്ക്ക് അശോകവനിയിൽ, അപ്പൊ ഈ ശർമ്മിഷ്ഠ താമസിക്കുന്ന അശോകവനിയിൽ വലിയ പൂന്തോട്ടമുണ്ട്, ഒരു മരങ്ങളും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ അശോകവനിയില് അതിന്റെ പൂമരത്തിന്റെ തണലിലൂടെ പൂക്കളെയൊക്കെ കണ്ടുകൊണ്ട് യയാതി ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. അന്ന് ദേവയാനി കൂടെ വന്നിട്ടില്ല. ശർമ്മിഷ്ഠ ഒരു പൂമരത്തിന്റെ ചുവട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതാണ് യയാതി കണ്ടത്. അപ്പൊ യയാതി പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു. എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ, താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ശുക്രാചാര്യരോട് താൻ വാക്കുകൊടുത്ത് കൂട്ടി കൊണ്ടുവന്നവരോട് ഈ പെൺകുട്ടിയെ. മാത്രമല്ല, ഈ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു ദുരന്തത്തെ കുറിച്ചിട്ട് മറ്റാരേക്കാളും യയാതിക്ക് ബോധ്യമുണ്ട്. ദേവയാനിയുടെ അനാവശ്യമായിട്ടുള്ള വാശി കൊണ്ട് ഒരു രാജകുമാരി ദാസിയാക്കപ്പെട്ടതാണ് എന്നറിയുകയും ചെയ്യും യയാതിക്ക്. പക്ഷെ താൻ നിസ്സഹായനാണ് എന്നുള്ളത് കൊണ്ട് അനുസരിക്കുകയാണ്. അപ്പൊ രാജാവ് അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ശർമ്മിഷ്ഠ ഞെട്ടി ഉണർന്നിട്ട് പറഞ്ഞു, മഹാരാജാവ് എന്നോട് ക്ഷമിക്കണം, ഞാനൊരു രാജകന്യകയായിട്ട് ജനിച്ചവളാണ്, വിദ്യവശാൽ ദാസിയായിട്ട് മാറി. എന്റെ തോഴിക്കിപ്പോ ഒരു കുഞ്ഞും പിറന്നു. എന്റെ ജീവിതവും എന്റെ യൗവനവും എന്റെ സൗന്ദര്യവും എല്ലാം വൃഥാവിലാവുകയാണ്. ഞാൻ ഈ കൊട്ടാരത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ എണ്ണയെടുത്തും താളിയെടുത്തും സോപ്പെടുത്തും കൂട്ടുകാരിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും എന്റെ ജീവിതം പാഴിലായി പോവുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം, അങ്ങ് എന്നെ വരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. എന്നെ അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ്, എന്നെ അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. യയാതി വല്ലാത്ത വിഷമത്തിലായി. യയാതി പറഞ്ഞു, നീ സുന്ദരിയാണ്, രാജകുമാരിയാണ്, വേറെ യാതൊരു കുഴപ്പമില്ല, എനിക്ക് നിന്നെ സ്വീകരിക്കാൻ. പക്ഷെ ഒരു കാര്യം നീയും കേട്ടതാണല്ലോ, ശുക്രാചാര്യര് എതിർത്തിട്ടുണ്ട് ഞാൻ നിന്നെ വരിക്കുന്നത്. അപ്പൊ ശുക്രാചാര്യർക്ക് എതിരായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്താൽ, ശുക്രാചാര്യരുടെ ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ് നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ല ഒരുപക്ഷെ ഈ രാജ്യത്തിന് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മറ്റാരേക്കാളും നിനക്ക് അറിയാമല്ലോ ശുക്രാചാര്യരെ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ശർമ്മിഷ്ഠ പറഞ്ഞു, രാജാവ് അതിന് ദോഷമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ദേവയാനിയുടെ ദാസിയാവാൻ വേണ്ടി തീരുമാനിച്ചു. ആ ദാസിയുടെ പ്രവൃത്തിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ പ്രണയം, എന്റെ വിവാഹം, എന്റെ ഇഷ്ടം, അതൊക്കെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണ്. അത് ദാസിക്കും രാജകുമാരിക്കും എല്ലാവർക്കും ആവാം. അതുകൊണ്ട് ഞാൻ എന്റെ ദാസിയാവാം എന്നുള്ള പ്രതിജ്ഞയിൽ നിന്നും വഴിതെറ്റി നടക്കുന്നില്ല. മാത്രമല്ല, ഞാൻ അങ്ങയെ ഞാനും സ്നേഹിക്കുന്നു, ദേവയാനിയും സ്നേഹിക്കുന്നു. ഞാനും അങ്ങയെ പ്രണയിക്കുന്നുണ്ട്, ദേവയാനിയും അങ്ങയെ പ്രണയിക്കുന്നുണ്ട്. അപ്പോ ദേവയാനിയുടെ പ്രണയം സ്വീകരിച്ച് എന്റെ പ്രണയത്തെ അങ്ങ് നിരാകരിക്കുകയാണെങ്കിൽ അതാണ് അധർമ്മം. അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്ന് പറയും. യയാതി അത് അനുസരിക്കുകയും ആ പെൺകുട്ടിയോട് യയാതി തന്റെ പ്രണയം പ്രകടിപ്പിക്കുകയും അവര് ഭാര്യാഭർത്താക്കന്മാരെ പോലെ അശോകവനിയിൽ ജീവിക്കുകയും 1 വർഷം കഴിഞ്ഞപ്പോ ശർമ്മിഷ്ഠയ്ക്കും ഒരു മകൻ പിറന്നു.
ശർമ്മിഷ്ഠയ്ക്ക് മകൻ പിറന്നിരിക്കുന്നു എന്നുള്ള വാർത്ത പുറമെ അറിഞ്ഞു, കൊട്ടാരത്തിൽ അറിഞ്ഞു, ദേവയാനി അറിഞ്ഞു. ദേവയാനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ദേവയാനി ഓടി വന്നിട്ടൊന്നും ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ? നമുക്കതാണല്ലോ നാട്ടുകാർക്ക് മുഴുവനും, പിന്നെ ഇപ്പോഴും അതാണല്ലോ പ്രശ്നം. ഒരു വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി പ്രസവിക്കാനോ അല്ലെങ്കിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്ക് അറിയേണ്ടത് ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നാണ്. അവർക്കൊരു കാര്യം ഉണ്ടാവില്ല, എന്നാലും അറിഞ്ഞിരിക്കാം. ഭയങ്കരമായിട്ട് ദേവയാനി ബഹളം വെച്ചു, ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ? അപ്പോ ശർമ്മിഷ്ഠ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. തേജസ്വിയായിട്ടൊരു മഹർഷി ഒരിക്കൽ ഇവിടെ വന്നു. ആ മഹർഷിക്ക് എന്റെ അവസ്ഥ കണ്ടിട്ട് വല്ലാത്ത കരുണ തോന്നി, ദയ തോന്നി. ആ മഹർഷിയാണ് എന്നെ അനുഗ്രഹിച്ച്, അദ്ദേഹത്തിന്റെ കുട്ടിയാണ് എന്റെ വയറ്റിൽ വളരുന്നത്, എന്റെ മകൻ അവനാണ്. അപ്പൊ ദേവയാനിക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, യയാതി ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സന്മാർഗം, ശർമ്മിഷ്ഠയുടെ സന്മാർഗബോധത്തെ കുറിച്ചുള്ള സന്മാർഗം തെറ്റി നടന്നല്ലോ എന്നുള്ളത് കൊണ്ടൊന്നല്ല യയാതി ദേവയാനി പേടിച്ചത്. അപ്പൊ ദേവയാനിക്ക് അത്രയേ ഉള്ളൂ, യയാതി ആവാൻ പാടില്ല അച്ഛൻ എന്നുള്ളൂ. ആശ്വാസത്തോടെ തിരിച്ചുപോയി. വർഷങ്ങൾ പിന്നെയും കുറെ കഴിഞ്ഞു. ദേവയാനിക്ക് 2 പുത്രന്മാര് ഉണ്ടായി. യദുവിന്റെ കൂടെ തുർവസു എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായി, യദു, തുർവസു. ശർമ്മിഷ്ഠയ്ക്ക് ഈ കാലത്തിനിടക്ക് 3 പുത്രന്മാര് ജനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ദേവയാനിയും യയാതിയും കൂടി അശോകവനിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ അതിതേജസ്വികളായിട്ടുള്ള, വളരെ മനോഹരന്മാരായിട്ടുള്ള, സുന്ദരന്മാരായിട്ടുള്ള 3 പുത്രന്മാര് അവരെ അവിടെ കളിക്കുന്നു. ദേവയാനിക്ക് ഇവരെ കണ്ടപ്പോൾ വല്ലാത്ത കൗതുകം തോന്നി. അവരെ വളരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ് ഉണ്ണികളെ? ആരാണ് നിങ്ങളുടെ അച്ഛൻ? ആരാണ് നിങ്ങളുടെ അമ്മ? എന്നൊക്കെ ചോദിച്ചു. അപ്പൊ കുട്ടികൾ നോക്കിയ സമയത്ത് യയാതി ഉണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നു. യയാതി ഇവരെ എല്ലാ ദിവസവും കാണുന്നതാണ്, മിക്കവാറും ദിവസങ്ങളിൽ കാണുന്നതാണ്. കാരണം അശോകവനിയിൽ ശർമ്മിഷ്ഠയെ കാണാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ ഈ കുട്ടികളുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ശർമ്മിഷ്ഠ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്, ഇദ്ദേഹം ഈ കുട്ടികളെ ലാളിക്കുന്നതാണ്. അപ്പൊ കുട്ടികൾ വളരെ നിഷ്കളങ്കമായിട്ട്, കുട്ടികൾക്ക് ഈ കള്ളത്തരമൊന്നും അറിയില്ല, കുട്ടികൾ നിഷ്കളങ്കരായിട്ട് ഓടിച്ചെന്നിട്ട് യയാതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് യയാതിയുടെ അടുത്തേക്ക് ചെന്നോട് കൂടിയിട്ട് യയാതി ആകെ ലജ്ജിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മുഖം തിരിച്ചു പറഞ്ഞു. കുട്ടികൾ കൂട്ടിച്ചേർത്ത് ഞങ്ങളുടെ അമ്മ ശർമ്മിഷ്ഠയാണ് എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ദേവയാനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ദേവയാനി വല്ലാതെ ദേഷ്യം പിടിച്ചിട്ട് ശർമ്മിഷ്ഠയുടെ അടുത്ത് ചെന്നു. ശർമ്മിഷ്ഠയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എന്റെ ദാസിയാണ്, അക്കാര്യം മറന്നുപോയത്. നീ അച്ഛനോട് ചെയ്ത പ്രതിജ്ഞ നീ ലംഘിച്ചിരിക്കുന്നു. നിനക്ക് എങ്ങനെ ഇതിന് ധൈര്യം വന്നു? നിന്റെ ആസുര സ്വഭാവമാണ് നീ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ തെറ്റുമ്പോൾ, ഒരു ജാതിയിൽ താഴെയുള്ള ആൾക്കാർ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ് തെറ്റുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചീത്ത പറയാൻ ഉപയോഗിക്കുക? അവരുടെ ജാതി പേര് പറഞ്ഞിട്ടാണ് ചീത്ത പറയാൻ ഉപയോഗിക്കുക. ഇതേപോലെ തന്നെ ദേവയാനിയും തനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ശർമ്മിഷ്ഠ ചെയ്തു എന്ന് തോന്നിയ ഓരോ ഘട്ടത്തിലും നീ ആസുരിയാണ്, അസുര സ്ത്രീയാണ് എന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിന്റെ അസുര സ്വഭാവമാണ് ഇപ്പൊ നീ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ശർമ്മിഷ്ഠ വളരെ ലാഘവത്തോടുകൂടി, ഒട്ടും പരിഭ്രമിക്കാതെ ദേവയാനിയോട് നേരത്തെ പറഞ്ഞ മറുപടി തന്നെ പറഞ്ഞു, ഞാൻ നിന്റെ ദാസിയാണ്, ശരി, നീ ആവശ്യപ്പെടുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്യണം, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, നിന്റെ കൂടെ ഞാൻ വരണം, ഞാൻ വന്നു. പക്ഷേ എന്റെ ലൗകിക ജീവിതത്തെക്കുറിച്ച്, എന്റെ പ്രണയത്തെക്കുറിച്ച്, എന്റെ വിവാഹത്തെക്കുറിച്ച്, എന്റെ ഭർത്താവ് ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അതൊന്നും നിനക്ക് ഇടപെടാൻ അവകാശമില്ല. അതൊരു യജമാനത്തിയുടെ അധികാരമല്ല. ദാസിയുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനോ ദാസിയുടെ കാമുകൻ ആരായിരിക്കണം എന്ന് ആഗ്രഹിക്കാനോ യജമാനത്തിക്ക് അവകാശമില്ല. ഞാൻ ആരെ ഭരിക്കണം എന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിക്കും. ഞാൻ യാതൊരു അധർമ്മവും പ്രവർത്തിച്ചിട്ടില്ല. നീ എനിക്ക് പൂജ്യയാണ്, നീ എന്റെ കൂട്ടുകാരിയാണ്, എനിക്ക് പൂജ്യയാണ്, എന്റെ യജമാനത്തിയാണ്. എന്നാൽ അതിനേക്കാൾ പൂജ്യനാണ് ഈ രാജർഷി എന്ന് പറഞ്ഞത് ഈ യയാതിയെ കുറിച്ചാണ്. അതിനേക്കാൾ പൂജ്യനാണ് എനിക്ക് ഈ രാജർഷി, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വരിച്ചിരിക്കുന്നത് എന്ന് ശർമ്മിഷ്ഠ മറുപടി പറഞ്ഞു. ദേവയാനിയുടെ ദേഷ്യം ഉടനെ തന്നെ പിന്നെ യയാതിയുടെ നേരെ, യയാതി, താങ്കൾ അപ്രിയം പ്രവർത്തിച്ചിരിക്കുന്നു, താങ്കൾ പ്രതിജ്ഞ ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഇനി നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ദേവയാനി നേരെ ശുക്രാചാര്യരുടെ അടുത്തേക്ക് പോയി. യയാതിയും കൂടെ പോയിട്ടുണ്ട്. എവിടെ ചെന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക അറിയാത്തതുകൊണ്ട് യയാതിയും കൂടെ പോയിട്ടുണ്ട്. ശുക്രാചാര്യരുടെ അടുത്ത് ചെന്ന് അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തെ നിർബന്ധമായിട്ട് വിളിച്ചുണർത്തി കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഇദ്ദേഹം മര്യാദ തെറ്റിച്ചിരിക്കുന്നു, അച്ഛൻ പറഞ്ഞ വാക്ക് ഇദ്ദേഹം തെറ്റിച്ചിരിക്കുന്നു, വാഗ്ദാന ലംഘനം നടത്തിയിരിക്കുന്നു. എനിക്ക് 2 മക്കളാണ് ഇദ്ദേഹത്തിലായത്. പക്ഷെ ആ ശർമ്മിഷ്ഠയിൽ
അങ്ങ് ഒരു വരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൂടെ പറഞ്ഞാൽ ഈ ശർമ്മിഷ്ഠ ഉണ്ടല്ലോ, ആ ശർമ്മിഷ്ഠയിൽ ഈ മനുഷ്യന് 3 മക്കളായിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, എനിക്ക് ഈ മനുഷ്യന്റെ കൂടെ ഇനി ജീവിക്കാൻ സാധ്യമല്ല എന്ന് ദേവയാനി പരാതി പറഞ്ഞു. ശുക്രാചാര്യർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. താൻ പറഞ്ഞിട്ടും, താൻ ഒരു നിർദ്ദേശം വെച്ചിട്ടും അതനുസരിക്കാതെ ഒരു കാമാതുരനെ പോലെ, ആസക്തിയുള്ള ഒരു പുരുഷനെ പോലെ ഇയാൾ പെരുമാറിയിട്ടുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ യയാതിയെ വിളിച്ചു. എന്റെ വാക്ക് നീ ലംഘിച്ചിരിക്കുന്നു, നീ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോയിരിക്കുന്നു, നീ ലൗകിക സുഖങ്ങളുടെ പിന്നാലെ പോയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ലൗകിക സുഖങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത തരത്തിൽ ജരാനരകൾ ബാധിച്ച് നീ വൃദ്ധനായിട്ട് മാറും എന്ന് യയാതിയെ ശുക്രാചാര്യർ ശപിച്ചു. ശപിച്ച ഉടനെ തന്നെ യയാതി കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ച്, ഇന്ന സാഹചര്യത്തിലാണ്, ശർമ്മിഷ്ഠയുടെ മഹാദുഃഖം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ പറ്റിപ്പോയതാണ്, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എനിക്ക് അങ്ങയുടെ മകളോടൊപ്പം ഇനി ഏറെക്കാലം താമസിക്കണമെന്നുണ്ട്, ജീവിക്കണമെന്നുണ്ട്. ഞാനിങ്ങനെ ജരാനരകൾ ബാധിച്ച് വയസ്സനായിട്ട് എണീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എനിക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്, അങ്ങയുടെ മകൾക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ഈ ശാപത്തിൽ നിന്ന് എനിക്ക് മോചനം തരണം എന്ന് യയാതി ശുക്രാചാര്യരോട് ആവശ്യപ്പെട്ടു. കുറെ കരച്ചിലും ഒക്കെ കഴിഞ്ഞപ്പം ശുക്രാചാര്യർക്കും ദയ തോന്നി. മാത്രമല്ല, എന്തൊക്കെ പറഞ്ഞാലും ദേവയാനിയുടെ ഭർത്താവുമാണല്ലോ, ഇയാൾക്ക് കൈയും കാലും കുറച്ച് എണീറ്റ് നടക്കാൻ പറ്റാതെ കഴിഞ്ഞാൽ ശുശ്രൂഷിക്കേണ്ട ഉത്തരവാദിത്വം ദേവയാനിക്കുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു, എന്റെ ശാപം ഫലിക്കാതിരിക്കില്ല. അപ്പോഴത്തേക്ക് തന്നെ ഇയാൾക്ക് വയസ്സായിട്ട് തൊലിയൊക്കെ ചുളിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്റെ ശാപം എന്തായാലും ഫലിക്കും, പക്ഷെ ഞാൻ നിനക്കൊരു ശാപമോക്ഷം തരാം. ആ ശാപമോക്ഷം എന്താണ്? നിന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ ബന്ധുക്കളിൽ, രക്തബന്ധമുള്ളവരിൽ ആരെങ്കിലും നിന്റെ ഈ വാർദ്ധക്യം സ്വീകരിച്ച് അവരുടെ യൗവനം നിനക്ക് തിരിച്ചു തരാൻ തയ്യാറാണെങ്കിൽ നിനക്ക് നിന്റെ ഈ ശാപത്തിൽ നിന്ന് മോചനം കിട്ടും എന്ന് അദ്ദേഹം ശാപമോക്ഷം കൊടുത്തു. അപ്പോ യയാതിയും ദേവയാനിയും കൂടെ ഈ കൊട്ടാരത്തിലേക്ക്, ഹസ്തിനപുരത്തിലെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. കൊട്ടാരത്തിലേക്ക് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന സേവകന്മാർക്കും ആളുകൾക്കൊന്നും മനസ്സിലായതില്ല. ഏതോ ഒരു വൃദ്ധൻ, എണീറ്റ് നടക്കാൻ വയ്യാത്തൊരു വൃദ്ധൻ വരുന്നതെന്ന് മനസ്സിലായുള്ളൂ. കാരണം അങ്ങോട്ട് പോയ ആളല്ലല്ലോ തിരിച്ചു വരുന്നത്. അദ്ദേഹം യയാതി വന്ന ഉടനെ തന്നെ തന്റെ 2 മക്കളുണ്ടല്ലോ, ദേവയാനിയിലുള്ള 2 മക്കളെ വിളിച്ചു. യദുവിനെയാണ് ആദ്യം വിളിച്ചത്. യദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ശാപത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ശുക്രാചാര്യനെ ശപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നോടൊരു യാചന നടത്തുകയാണ്. നിന്റെ യൗവനം തൽക്കാലം എനിക്ക് കടമായിട്ട് തരണം. ഞാനിത് ആസ്വദിച്ച്, നിന്റെ യൗവനം ഞാൻ ആസ്വദിച്ച് കുറച്ചു കാലം ജീവിച്ച് എനിക്ക് മടുക്കുമ്പോൾ ഞാൻ എന്റെ യൗവനവും നിനക്ക് തിരിച്ചു തരാം, ഈ രാജ്യത്തിന്റെ അധികാരവും നിനക്ക് തിരിച്ചു തരാം. അതുകൊണ്ട് എന്റെ അച്ഛന്റെ ഒരു ആഗ്രഹം എന്നുള്ള തരത്തില് നീ പുത്രന്റെ ഒരു ദൗത്യം നീ നിർവഹിച്ചുകൊണ്ട് നിന്റെ യൗവനം തൽക്കാലം അച്ഛന് കടം തരണം എന്ന് പറഞ്ഞു. യദു പറഞ്ഞു, അച്ഛനൊക്കെ തന്നെയാണ്, അച്ഛനോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ അച്ഛൻ ചോദിച്ച കാര്യമുണ്ടല്ലോ, അതെനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ല, ക്ഷമിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ, തലമുടി നരച്ചിട്ട് ചുക്കിച്ചൊളിഞ്ഞ്, ശരീരമാകെ ചുക്കിച്ചൊളിഞ്ഞ് ഒരു പടുവൃദ്ധനായിട്ട് ഇത്ര ചെറുപ്പത്തിലെ ജീവിക്കാൻ എനിക്ക് വയ്യ. മാത്രമല്ല, സ്ത്രീകളൊക്കെ എന്നെ കാണുമ്പോൾ പരിഹസിച്ചോളും. അതുകൊണ്ട് അച്ഛന് വേറെയും മക്കളുണ്ടല്ലോ, 3-4 മക്കൾ വേറെ ഉണ്ടല്ലോ, അവരെടുത്ത് ആരെങ്കിലും ചെന്നിട്ട് അച്ഛൻ ഇതേ ആവശ്യം ഉന്നയിച്ചോളൂ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. യയാതിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. യയാതി യദുവിനെ ശപിച്ചു. ശാപം എന്താണ്? നിന്റെ മക്കൾക്ക് രാജ്യം കിട്ടാതെ പോകട്ടെ. ഹസ്തിനപുരത്തിന്റെ രാജ്യം, യഥാർത്ഥത്തിൽ യദുവിന്റെ മക്കൾക്കാണ് രാജ്യം കിട്ടേണ്ടത്, കാരണം അദ്ദേഹമാണല്ലോ മൂത്ത പുത്രൻ. നിന്റെ മക്കൾക്ക് രാജ്യം കിട്ടാതെ പോകട്ടെ എന്ന് യദുവിനെ അദ്ദേഹം ശപിച്ചു. പിന്നെയും ഉണ്ടല്ലോ തനിക്ക് മക്കൾ എന്നുള്ള തരത്തിൽ അദ്ദേഹം 2ാമത്തെ മകനെ വിളിച്ചു, തുർവസ്സുവിനെ വിളിച്ചു. ഇതേ ആവശ്യം ഉന്നയിച്ചു. നിന്റെ വാർദ്ധക്യം, എന്റെ വാർദ്ധക്യം, എന്റെ ശാപവും എന്റെ വാർദ്ധക്യവും തൽക്കാലം എടുത്തിട്ട് നിന്റെ യൗവനം തരണം എന്ന് പറഞ്ഞു. തുറവസ് പറഞ്ഞു, വേണ്ട അച്ഛാ, അത് ബുദ്ധിമുട്ടാണ്, എന്റെ സൗന്ദര്യം നഷ്ടപ്പെടും, എന്റെ ശക്തി ചോർന്നു പോകും, എന്റെ ബുദ്ധി കെടും. വല്ലാതെ വയസ്സായി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബുദ്ധി എനിക്ക് ഉണ്ടാവില്ല, മാത്രമല്ല എനിക്ക് സുഖം നേടാനാവില്ല. ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എനിക്കുള്ള സുഖം ഉണ്ടല്ലോ, ഒരു ചെറുപ്പം ആസ്വദിക്കുന്ന സുഖം, അതൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പറ്റില്ല, അച്ഛൻ വേറെ ആരെടുത്തും അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. യയാതിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, വല്ലാത്ത നിരാശയും വന്നു. 2ാമത്തെ മകനും, ദേവയാനിയിലുള്ള 2ാമത്തെ മകനും തിരസ്കരിച്ചപ്പോൾ
അദ്ദേഹത്തിനെയും ഈ മകനെയും അദ്ദേഹം ശപിച്ചു. നിന്റെ വംശം അവസാനിക്കും, നീ നീചന്മാരുടെ രാജ്യമായിരിക്കും ഭരിക്കുക എന്ന് പറഞ്ഞു. നീ ഹസ്തിനപുരത്തിലെ ക്ഷത്രിയ രാജവംശമല്ല നീ ഭരിക്കുക, ഏതെങ്കിലും നീചന്മാരുടെ രാജ്യമായിരിക്കും നിനക്ക് ഭരിക്കേണ്ടി വരിക എന്ന് ശപിച്ചു. പിന്നീട് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി ശർമ്മിഷ്ഠയുടെ കൊട്ടാരത്തിലെത്തി. ശർമ്മിഷ്ഠയുടെ കൊട്ടാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ കുട്ടികൾക്കും ശർമ്മിഷ്ഠയ്ക്കൊന്നും ആരാ വരുന്നത് പോലും മനസ്സിലായില്ല. ആദ്യം ഒരു പടുവൃദ്ധൻ കയറി വന്നപ്പോൾ പിന്നെയാണ് ഈ ശാപത്തിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തി. ആദ്യം വിളിച്ചത് ശർമ്മിഷ്ഠയുടെ മൂത്ത മകൻ ദ്രുഹ്യു ആണ്. ദ്രുഹ്യുവിനെ ആദ്യം വിളിച്ചു. ദ്രുഹ്യുവിനോട് നേരത്തെ ഈ യദുവിനോടും തുർവസുവിനോടും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ എനിക്ക് വൃദ്ധനാവും വയ്യ, ആനപ്പുറത്തും കുതിരപ്പുറത്തും കയറാൻ പറ്റില്ല, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. മാത്രമല്ല എന്റെ ശബ്ദം ഇടറിപ്പോവും, പ്രായം ചെന്നു വല്ലാതെ വർത്താനം പറയുമ്പോഴൊക്കെ ശബ്ദം ഇടറിപ്പോവും, സുഖം ആസ്വദിക്കാൻ പറ്റാതെയാവും. ഇദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വിളിച്ചു. അദ്ദേഹം ദ്രുഹ്യുവിനെയും അദ്ദേഹം ശപിച്ചു. ദ്രുഹ്യുവിന് കൊടുക്കുന്ന ശാപം എന്താ വെച്ചാൽ, ആനയും കുതിരയും കഴുത പോലും ഇല്ലാത്ത വെള്ളത്തിലൂടെ ചങ്ങാടത്തിൽ മാത്രം സഞ്ചരിക്കുന്ന രാജ്യത്താവട്ടെ നിന്റെ വാസം എന്നാണ് അവന് കൊടുക്കുന്ന ശാപം. അടുത്ത മകൻ, ശർമ്മിഷ്ഠയുടെ രണ്ടാമത്തെ മകൻ അനുവിനെയാണ് പിന്നീട് അദ്ദേഹം വിളിച്ചത്. അനുവും ഇതേപോലെ തന്നെ ഈ മറ്റ് സഹോദരന്മാരൊക്കെ പറഞ്ഞ കാര്യം തന്നെ അതേപോലെ ആവർത്തിച്ചു. അവശത അനുഭവിച്ച് നിസ്സഹായനായിട്ട് എണീറ്റ് നിൽക്കാനും നടക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പിന്നെ മറ്റാൾക്കാരുടെ സേവനത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് നിസ്സഹായനായിട്ട് കഴിയാൻ എനിക്ക് സാധിക്കില്ല. മാത്രമല്ല പൂജ ഉണ്ടാവില്ല, ഹോമം ഉണ്ടാവില്ല, എനിക്ക് കിട്ടുന്ന അന്നം പോലും അശുദ്ധമാവും, എനിക്ക് ജരയും വേണ്ട, അങ്ങയുടെ ശാപവും വേണ്ട എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അച്ഛന് ഉപകാരപ്പെടാത്ത നിന്റെ സന്തതികളും നശിക്കും എന്ന് ഈ അനുവിന്റെ മക്കളെയും യയാതി ശപിക്കുകയാണ് ചെയ്യുന്നത്. പൂജാതി ക്രിയകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ദേശത്തായിരിക്കും നിന്റെ വാസം എന്നും ഇയാൾക്ക് ശാപം കൊടുക്കുകയാണ്, അനുവിന് ശാപം കൊടുക്കുകയാണ്. അവസാനം എല്ലാ മക്കളും ഇങ്ങനെ പറഞ്ഞപ്പം പ്രതീക്ഷയൊക്കെ നശിച്ചു. എന്നാലും അവസാനത്തെ ഒരു മകനോട് ചോദിച്ചു കളയാം എന്നുള്ള തരത്തിലാണ് അവസാനത്തെ ഏറ്റവും ഇളയ മകനായിട്ടുള്ള പുരുവിന്റെ അടുത്ത് ചെല്ലുന്നത്. പുരുവിനോട് ചോദിച്ചു, എന്റെ വാർദ്ധക്യവും എന്റെ പാപവും തൽക്കാലം നീ ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കാം. പുരു മറുപടി പറയുന്നത്, അച്ഛന്റെ കൽപ്പനയാണ് എനിക്ക് പ്രമാണം, അതുകൊണ്ട് അച്ഛന്റെ ആഗ്രഹം അനുസരിച്ച് അച്ഛൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. അച്ഛന്റെ വാർദ്ധക്യവും അച്ഛന്റെ പാപവും അച്ഛന്റെ ജരാനരകളും ഒക്കെ ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ യൗവനം ഞാൻ പകരം തരുന്നു. എന്റെ കർത്തവ്യമാണത്, പുത്രൻ എന്നുള്ള തരത്തിൽ എന്റെ കർത്തവ്യമാണ് അച്ഛന്റെ ആജ്ഞ പാലിക്കുക എന്നുള്ളത്. വലിയ സന്തോഷമായി യയാതിക്ക്. നിന്റെ നാട് സർവൈശ്വര്യങ്ങളും നിറഞ്ഞ് പൂർണ്ണമാകട്ടെ എന്ന് യയാതി ഗുരുവിനെ ആശംസിക്കുകയാണ്. അങ്ങനെ യയാതി ചെറുപ്പമാവുകയും ഈ യയാതിയെ പഴയ രൂപത്തിൽ എങ്ങനെയായിരുന്നോ ജരാനരകൾ ബാധിച്ച് ഒറ്റയ്ക്ക് എണീറ്റ് നടക്കാൻ പോലും പറ്റാതെ ചെറുപ്പക്കാരനായിട്ടുള്ള പുരു എന്ന ഈ മകൻ വൃദ്ധനായിട്ട് മാറി കൊട്ടാരത്തിന്റെ ഒരു മൂലയ്ക്ക് കണ്ണു കാണാതെ നടന്ന് ഒറ്റയ്ക്ക് എണീറ്റ് നടക്കാൻ പറ്റാതെ മറ്റുള്ളവരുടെ സഹായമൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവിടെ താമസിക്കേണ്ടി വരികയും ചെയ്യാം. യയാതി രണ്ടാമത് തിരിച്ചു കിട്ടിയ ജീവിതമാണല്ലോ. ആ ജീവിതത്തെ കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങണം. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ മരിക്കാൻ പോകുന്ന സമയത്തൊക്കെ തിരിച്ചു വരുന്ന സമയത്തായിരിക്കും നന്നായി ജീവിച്ചു കളയാമെന്ന് നമുക്ക് പിന്നീട് തോന്നലുണ്ടാവുക. യാഗങ്ങൾ കൊണ്ട് അദ്ദേഹം ദേവന്മാരെ പ്രീതിപ്പെടുത്തി, ശ്രാദ്ധം കൊണ്ട് പിതൃക്കളെ പ്രീതരാക്കി, ബ്രാഹ്മണരെ ദാനം കൊണ്ട് പ്രീതരാക്കി, വഴിപോക്കർക്ക് അന്നപാനങ്ങൾക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു, വൈശ്യരെയും അദ്ദേഹം സംരക്ഷിച്ചു, ശൂദ്രരോട് കരുണ കാണിച്ചു. അത്രയേ പറയുന്നുള്ളൂ. ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽപ്പെട്ട ശൂദ്രര് പറയുന്ന കാര്യമേ പറയുന്നുള്ളൂ. അതിലപ്പുറത്തുള്ള ആൾക്കാരോട് എങ്ങനെ പെരുമാറിയെന്ന് പിന്നെ യയാതി പറയുന്നില്ല, മഹാഭാരത കഥയിലും പറയുന്നില്ല. അവരെ സാധാരണ മനുഷ്യരായിട്ട് പോലും പരിഗണിച്ചിട്ടിരുന്നില്ല ബാക്കി ആൾക്കാരെ, ശൂദ്രൻ എന്ന് പറയുന്ന ജാതിക്ക് അപ്പുറത്തുള്ള ആൾക്കാരെ. അതുകൊണ്ട് അവരെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വളരെ കാലം കഴിഞ്ഞിട്ടും ഈ സുഖത്തിലും ഐശ്വര്യത്തിലും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടല്ലോ, വീഴ്ചയിലും ഒക്കെയുള്ള ആഗ്രഹം യയാതിക്ക് കുറയുന്നേയില്ല. ഇദ്ദേഹം വിചാരിച്ചത് കുറച്ചു കാലം കൂടെ ഈ ചെറുപ്പക്കാരന്റെ എന്റെ മകന്റെ യൗവനം ആസ്വദിച്ച് കഴിഞ്ഞ് മടുക്കല്ലോ, നമുക്ക് വേണ്ടെന്നാവല്ലോ. നമ്മൾ പിന്നെ സാധാരണ ഇക്കണോമിക്സിലൊക്കെ പറയില്ലേ, ഈ എന്താ പറയാ, ഒരു പരിധി ഉണ്ടല്ലോ, ആ പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മടുപ്പ് വരുന്നേയില്ല. മടുപ്പ് വരാതെയായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ദിവസം അദ്ദേഹം ഗുരുവിനെ വിളിച്ചു, തന്റെ മകനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ യൗവനം ഞാൻ നിനക്ക് തിരിച്ചു തരികയാണ്, അത് നീ സ്വീകരിക്കണം, എന്നിട്ട് എന്റെ വാർദ്ധക്യം തിരിച്ചു തന്നോളൂ, ഞാൻ അത് എടുത്തോളാം.
എനിക്ക് ഈ യൗവനം ആസ്വദിച്ച് മടുത്തിട്ടല്ല, എനിക്ക് നിന്റെ ചെറുപ്പം ആസ്വദിച്ച് ജീവിതത്തിൽ മടുപ്പ് വന്നിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാ തിരിച്ചു തരുന്നത്? ഒരിക്കലും മടുപ്പ് വരില്ല എന്നെനിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ്. അഗ്നിയിലേക്ക് നെയ്യ് ഒഴിച്ചാൽ അഗ്നിയെ കെടുത്താൻ സാധിക്കില്ല. എത്രമാത്രം നെയ്യ് നിങ്ങൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നോ അത്രയും സമയത്ത് അഗ്നി എന്താ ചെയ്യുക? അഗ്നി ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് മനുഷ്യന്റെ മോഹങ്ങൾ. അത് അനുഭവിക്കും തോറും പിന്നെയും പിന്നെയും ആളിക്കത്തുകയും കൂടുതൽ കൂടുതൽ വേണമെന്ന് തോന്നുകയുമാണ് ചെയ്യുക. ധാന്യങ്ങൾ, പൊന്ന്, പശുക്കൾ, സ്ത്രീ എല്ലാം കിട്ടും തോറും പിന്നെയും പിന്നെയും തൃഷ്ണ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. ഇത് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. തൃഷ്ണ വെടിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? സുഖം കിട്ടുള്ളൂ. സുഖം എന്ന് പറയുന്ന അവസ്ഥ തൃഷ്ണ ഇല്ലാത്ത അവസ്ഥയാണ്. തൃഷ്ണയെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല സുഖം. മൂഢന്മാർക്ക് ജീവിതകാലത്തിന്റെ അവസാനം വരെ ഇത് തിരിച്ചറിയാൻ പറ്റില്ല. എനിക്ക് പക്ഷേ ഇപ്പോഴിത് മനസ്സിലാവുന്നു, തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞാൻ ഈ തൃഷ്ണയെ വെടിയുന്നു, എന്റെ മോഹത്തെ വെടിയുന്നു. എന്നിട്ട് നിന്റെ ചെറുപ്പവും നിന്റെ യൗവനവും ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരികയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞതോടെ യയാതി പെട്ടെന്ന് വൃദ്ധനാവുന്നു. പുരു വീണ്ടും യുവാവായിട്ട് മാറി. പുരുവിനെ രാജാവായിട്ട് യയാതി അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുന്നു. നോക്കണം, പുരു ഏറ്റവും ചെറിയ മകനാണ്, ഇളയ മകനാണ്. യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു നീതി അനുസരിച്ച് മൂത്തപുത്രനാണ് രാജാവാനുള്ള അവകാശം. യദുവിനാണ്, ദേവയാനിയുടെ മകനായിട്ടുള്ള യദുവിനാണ് രാജ്യത്തിന്റെ അവകാശം. പക്ഷേ യദുവിനെ അല്ല രാജാവാക്കുന്നത്, യയാതി പുരുവിനെയാണ്, ഏറ്റവും ഇളയ പുത്രനായിട്ടുള്ള പുരുവിനെയാണ് രാജാവാക്കുന്നത്. അഭിഷേകം തീരുമാനിച്ചു കഴിഞ്ഞപ്പോ നാട്ടിൽ വലിയ ചർച്ചയായിരുന്നു. നാട്ടുകാരൊക്കെ ചെറിയ തോതിലൊക്കെ മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അത് ശരിയല്ലല്ലോ, അങ്ങനെയാണ് മൂത്തപുത്രനെ മാറ്റിയിട്ട് അങ്ങ് ഇളയ പുത്രനെ രാജാവാക്കുന്നത് എന്നുള്ള ചോദ്യം പല ആൾക്കാരും, മന്ത്രിമാരിൽ ചിലരും, നാട്ടിലെ ചില പ്രമാണിമാരും, അതുപോലെ പണ്ഡിതന്മാരായ ചില ആൾക്കാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട്. അത് പിന്നീട് രാജ്യവംശത്തിന്റെ അധികാരം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന്, ഒരുപക്ഷെ രാജ്യാധികാരം അവസാനിക്കുന്ന ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ, ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കാലം വരെ നമ്മുടെ രാജവാഴ്ചയെ നിർണയിച്ച ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. എന്താണ് ആ തീരുമാനം? അദ്ദേഹം പറഞ്ഞു, പുത്രൻ എന്ന വാക്കിന്റെ യോഗ്യനാവണമെങ്കിൽ പിതാവിന്റെ ഇഷ്ടം പാലിക്കണം. അപ്പൊ പിതാവിന്റെ ഇഷ്ടം കേൾക്കാത്തവൻ പുത്രൻ എന്ന വാക്കിന് അർഹനല്ല. എന്റെ ഇഷ്ടം, എന്റെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിച്ചത് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ, അത് പുരുവാണ്. അതുകൊണ്ട് ഞാൻ അവനെ മാത്രമേ പുത്രനായിട്ട് സ്വീകരിക്കുന്നുള്ളൂ, അവന് രാജ്യം കൊടുക്കുന്നു. അപ്പൊ നോക്കി, അവിടെ സംഭവിക്കുന്നത് ഒരു കീഴ്വഴക്കത്തെ, നിലവിലുള്ള ഒരു കീഴ്വഴക്കത്തെ മുഴുവനായിട്ടും മാറ്റിമറിച്ചിട്ട് രാജാവിന്റെ ഇഷ്ടമനുസരിച്ച് തന്നോട് പ്രിയം കാണിച്ച പുത്രന് രാജ്യം കൊടുക്കുകയാണ് യയാതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ മറ്റു മക്കൾക്കും അതിന്റെ കാവലൊക്കെ ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. എങ്ങനെയൊക്കെയാണ് അത് ചെയ്തത്? അദ്ദേഹത്തിന്റെ ശാപത്തിന്റെ വാക്കുമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ അതിർത്തികളൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത ആൾക്കാരൊക്കെ ഈ തരത്തിലുള്ള ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാവും. യദുവിന് യാദവന്മാരുടെ രാജ്യമാണ് കൊടുത്തത്. യദുവിന് കൊടുത്ത ശാപം എന്താണ്? നിന്റെ മക്കൾക്ക് രാജ്യത്തിന്റെ അവകാശം കിട്ടില്ല എന്നുള്ളതാണ്. ഹസ്തിനപുരത്തിന്റെ അവകാശം കിട്ടില്ല. ഒരു പ്രാദേശികമായിട്ടുള്ള യാദവന്മാരുടെ പ്രദേശം ഭരിക്കാനുള്ള അവകാശം യദുവിനെ ഏൽപ്പിച്ചു. തുർവസുവിന് യവനരുടെ ആധിപത്യമാണ് ഏൽപ്പിച്ചത്. അപ്പൊ ആ കാലം മുതൽക്കേ യവനരൊക്കെ ഇന്ത്യയിലേക്ക് പിന്നെ അതിക്രമിച്ചും കച്ചവടത്തിനും ഒക്കെ വരുന്ന ഒരു കാലമൊക്കെ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടും ചില അതിക്രമങ്ങളൊക്കെ നടത്തി അവരുടെ ചില പ്രദേശങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരും ഒരുപക്ഷെ പിടിച്ചെടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരിക്കാം. യവനരുടെ ആധിപത്യമാണ് തുർവസുവിനെ ഏൽപ്പിച്ചത്. നീചന്മാരുടെ രാജ്യമാണ് നീ ഭരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൊടുത്ത ശാപം. അപ്പൊ നമ്മളെപ്പോഴും നീചന്മാരായിട്ടാണ്, നമ്മൾ പുറമെന്ന് വന്നവരെ, മറ്റു മതക്കാരെ, മറ്റു രാജ്യക്കാരെ ഒക്കെ നീചന്മാരും അങ്ങനെയായിട്ടാണല്ലോ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ദ്രുഹ്യുവിന് ഭോജന്മാർ വാഴുന്ന ഇടമാണ്. ഭോജന്മാർ വാഴുന്ന ഇടം എന്ന് പറഞ്ഞാൽ ഈ സിന്ധുവിന്റെയും ഗംഗയുടെ ഒക്കെ തലത്തിലുള്ള ഈ ദ്വീപ സമൂഹങ്ങളാണ്. അപ്പൊ അവിടെ എന്താ പ്രത്യേകത? അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് ആനയും കുതിരയും കഴുത പോലും പോവാതെ ചങ്ങാടത്തിൽ യാത്ര ചെയ്യേണ്ട സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ദ്വീപസമൂഹങ്ങൾ കൊടുക്കുന്നത്. അനുവിന് മ്ലേച്ഛന്മാരുടെ യജമാനത്വം ആണ് കൊടുത്തിരിക്കുന്നത്. മ്ലേച്ഛൻ എന്ന വാക്കിന് ശരിക്കും അമരകോശം പറയുന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭാഷ ശുദ്ധമായിട്ട് പ്രയോഗിക്കാത്ത ആൾക്കാരെന്നാണ്. പ്രാകൃത ഭാഷ ഉപയോഗിക്കുന്ന, വ്യാകരണ ശുദ്ധിയോടെ ഭാഷ ഉപയോഗിക്കാത്ത പ്രാകൃത ജനവിഭാഗങ്ങൾ എന്ന അർത്ഥത്തിലായിരിക്കണം മ്ലേച്ഛന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇദ്ദേഹം എല്ലാ മക്കൾക്കായി അവകാശങ്ങളൊക്കെ കൊടുത്തു. പുരുവിന് രാജാവായി വാഴിച്ചതിന് ശേഷം അദ്ദേഹം കാട്ടിലേക്ക് വനവാസത്തിന് പോവുകയും ചെയ്യാം. ഇതാണ് ഈ
യയാതിയുടെ കഥ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ നമ്മളിനി ഈ പറഞ്ഞു വെച്ച കഥയിലേക്ക് ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചൊന്ന് ശ്രദ്ധ ഊന്നുന്ന സമയത്ത്, ഇപ്പോ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ പൊട്ടക്കിണറ്റിൽ വീണ സമയത്ത് തന്റെ കൈ പിടിച്ച് ഒരു പുരുഷൻ തന്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുന്ന സമയത്ത് ദേവയാനിക്ക് ഒരു പുരുഷൻ തന്റെ കൈ പിടിക്കുന്നു എന്നുള്ള തോന്നലോ അതിന്റെ സന്മാർഗ ബോധമോ ഒന്നും തോന്നിയിരുന്നില്ല. പക്ഷെ തന്റെ കൈ പിടിച്ച പുരുഷൻ യയാതിയാണെന്ന് പിന്നീട് ഒരിക്കൽ തിരിച്ചറിയുമ്പോഴാണ്, നിങ്ങൾ എന്റെ കൈ പിടിച്ച ആദ്യത്തെ പുരുഷനാണ്, അവസാനത്തെ പുരുഷൻ നിങ്ങൾ തന്നെയാണ്, എന്നെ വിവാഹം കഴിക്കണം എന്ന് യയാതി ആവശ്യപ്പെടുന്നത്, അല്ല ദേവയാനി ആവശ്യപ്പെടുന്നത്. അതിലുള്ള ദേവയാനി കാണിക്കുന്ന ഒരു ടാക്ടിക്സ് ഉണ്ടല്ലോ, ഒരു തന്ത്രം ഉണ്ടല്ലോ, ആ തന്ത്രം വളരെ സൂക്ഷിക്കേണ്ടത്. നമ്മൾ ആ ദേവയാനിയുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടുണ്ടാവുന്ന പിന്നെ ദേവയാനിയുടെ സ്വഭാവത്തിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ക്യാരക്ടറാണത്. അതുപോലെ യയാതി പറയുന്ന ഒരു കാര്യമുണ്ട്, കോപിച്ച ബ്രാഹ്മണനെ, ക്രുദ്ധനായിട്ടുള്ള ബ്രാഹ്മണനെ സർപ്പത്തേക്കാൾ കൂടുതൽ, വിഷസർപ്പത്തേക്കാൾ കൂടുതൽ ഭയപ്പെടണം എന്നുള്ളത് അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു എന്താ പറയാ ഒരു വാചകമാണ്. കാരണം പിൽക്കാലത്ത് എല്ലാ രാജാക്കന്മാരും എന്തു ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്യുകയും, രാജാക്കന്മാർ മാത്രമല്ല സാധാരണ മനുഷ്യർ പോലും, പട്ടിണി കിടക്കുന്നവർ പോലും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും, അത് ഭൂമിയാണെങ്കിലും ശരി, പിന്നെ പശുക്കളെ ആണെങ്കിലും ശരി, സ്വർണ്ണമാണെങ്കിലും ശരി, സമ്പത്താണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ബ്രാഹ്മണന് ദാനം ചെയ്യുക, ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കുക, ബ്രാഹ്മണനാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ദൈവത്തിന്റെ പ്രതിപുരുഷൻ ബ്രാഹ്മണനാണ് എന്ന ഒരു തോന്നല് ഇക്കാലത്ത് ഈ മഹാഭാരതം ആരംഭിക്കുന്ന കഥയുടെ കാലം മുതൽക്ക് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിൽ വേരുറച്ചു വരുന്നുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് യയാതിയുടെ ഈ വാക്ക്. ശുക്രാചാര്യരുടെ സ്വഭാവത്തിലെ പ്രത്യേകതയും നമ്മൾ ശ്രദ്ധിക്കാനാണ്. ഒരു ക്യാരക്ടർ, അതായത് മകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന കാര്യത്തില് വളരെ നമുക്ക് പറയുന്ന പുതിയ കാലത്ത് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു പിതാവാണ്, ഇപ്പോഴത്തെ കാലത്ത് പോലും നമുക്ക് ആവാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അച്ഛനാണ് ശുക്രാചാര്യൻ നമുക്ക് പറയേണ്ടി വരും. എന്റെ മകൾ നിങ്ങൾ വരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളുടെ ഭർത്താവ് ആവാം, നിങ്ങളുടെ ജാതി, നിങ്ങൾ എവിടുന്ന് വരുന്നു, അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നുള്ള തരത്തിൽ ശുക്രാചാര്യൻ എടുക്കുന്ന നിലപാട് ഇപ്പോഴത്തെ ഒരു കാലത്തെ ഒരു എന്താ പറയാ ഒരു പെൺപോരിമയുടെ, ഒരു സ്ത്രീക്ക് അവകാശങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത് ആണ്. നമ്മൾ സാധാരണ പതിവ്രത എന്ന വാക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, അതിന്റെ എതിരായിട്ടുള്ള വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. ദേവയാനിയുടെ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത, പതിവ്രത എന്നതിന് പകരം പത്നിവ്രതനായിട്ടുള്ള പുരുഷൻ എന്നൊരു സംജ്ഞ അല്ലെങ്കിൽ ഒരു നിർവചനം ആദ്യമായിട്ട് ഒരുപക്ഷെ കഥയിൽ കൊണ്ടുവരുന്നത് ദേവയാനിയാണ്. അതിനു മുമ്പ് ഒരു ക്യാരക്ടറും, നിങ്ങൾ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവിനോടും കലഹിക്കാൻ പോയിട്ടില്ല, ഒരു രാജാവിനെ ശപിച്ചിട്ടില്ല, രാജാക്കന്മാർ എത്ര ഭാര്യമാരെ വേണമെങ്കിലും പ്രാപിക്കുന്നതും ഒരു കുഴപ്പവുമില്ല എന്നുള്ള തരത്തിലായിരുന്നു പിന്നെ നമ്മുടെ ധാരണകളൊക്കെ. ആ ധാരണയെ പൊളിച്ചുകൊണ്ട് ഒരു പുരുഷനായിട്ടുള്ള ഹസ്തിനപുരത്തിന്റെ രാജാവായിട്ടുള്ള പുരുഷന് മുമ്പിൽ ഒരു നിബന്ധന വെച്ചിട്ട് നിങ്ങൾക്ക് പത്നിവ്രതനായിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് അധികാര സ്വരത്തിൽ പറയുകയും അത് തെറ്റിച്ച ഒരു പുരുഷനെ ശപിക്കുകയും ആ ശാപം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പെണ്ണധികാരത്തിന്റെ ഒരു സ്വഭാവം കൂടി വളരെ, നമുക്കിപ്പോ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ദേവയാനി അത്തരത്തിലൊരു ക്യാരക്ടറായിട്ട് ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, മകന്റെ യൗവനം എങ്ങനെയാണ് പിന്നെ അച്ഛൻ എടുക്കാൻ പറ്റുക എന്നൊക്കെ നമുക്ക് നമ്മുടെ സാധാരണ ലോജിക്ക് കൊണ്ട് ചിന്തിക്കാം അല്ലെ. പക്ഷെ വേറൊരു തരത്തിൽ ചെയ്യാം. ഇപ്പൊ പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. സ്വത്ത് ഓരി വെക്കുന്ന സമയത്ത് നമ്മുടെ കൺസിഡറേഷനിൽ വരുന്ന കാര്യം എന്തായിരിക്കും? മകന്റെ യൗവനം ഇപ്പൊ ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ യൗവനം എന്ന് പറഞ്ഞാൽ എന്താണ്? യൗവന കാലത്തുള്ള നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ ശ്രദ്ധയാണ്. നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എത്ര സമയം, നിങ്ങളുടെ യൗവനത്തിന്റെ കാലത്ത് നിന്ന് എത്ര സമയം മാറ്റി വെക്കുന്നു, അത് ഇന്നും പരിഗണിക്കപ്പെടുന്നുണ്ട്. ആൾക്കാർ പരാതി പറയല്ലേ, സ്വത്തും ഒക്കെ ഊരി വെക്കുന്ന സമയത്ത് നമ്മൾ പറയും, അല്ലെങ്കിൽ അച്ഛനമ്മയെ നോക്കേണ്ട കാര്യം പറയുമ്പോൾ സ്വത്തൊക്കെ അവനല്ലേ കൊടുത്ത്, അവ നോക്കിക്കോട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ വീടും പറമ്പൊക്കെ മറ്റേ ആൾക്കല്ലേ കൊടുത്ത്, അവളും ഒന്ന് നോക്കട്ടെ എന്ന് പറയും. അപ്പോ സമയം അച്ഛനും അമ്മയുടെയും നോക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ യൗവനത്തിലുള്ള സമയം മാറ്റി വെക്കുന്നതിനെ വേറെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ മതി, യൗവനം തന്നെ അല്ലെങ്കിൽ പകരം കൊടുക്കുക എന്ന് പറയുന്നത്. വേറെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാമൂഹ്യ നീതിയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പുരുഷനായ രാജാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രധാനമായിട്ട് വരുന്നു. ഇപ്പൊ ഗോത്രകാലം മുതൽക്കുള്ള ഒരു സാമൂഹ്യ നീതി എന്താണ്? ഒന്നുകിൽ അത് പാട്രിയാർക്കൽ സിസ്റ്റം ആണെങ്കിലും ശരി, മാട്രിയാർക്കൽ സിസ്റ്റം ആണെങ്കിലും ശരി, മാതൃദായ ക്രമമാണെങ്കിലും പിതൃദായ ക്രമമാണെങ്കിലും ശരി, അവിടെ ഒരു സീനിയോറിറ്റി ഉണ്ട്.
ഇപ്പൊ പിതൃതായ ക്രമത്തിലാണെങ്കിൽ ഏറ്റവും മൂത്ത പുത്രൻ അവനാണല്ലോ അധികാരത്തിൽ വരേണ്ടത്. ആ മൂത്ത പുത്രൻ എന്ന് പറയുന്ന ആ അധികാരത്തിന്റെ ക്രമത്തെ തെറ്റിച്ചുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട പുത്രന് ഞാൻ രാജ്യം കൊടുക്കും എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക്, അതായത് ഒരു സാമൂഹ്യ നീതിയെ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് പിന്തുടർന്നു വരുന്ന ഒരു സാമൂഹ്യ നീതിയെ അട്ടിമറിച്ചിട്ട് ഒരു രാജാവ് അയാളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതിന്റെ അവസ്ഥ എന്താണ് പിന്നെ വരുന്നത്? പിന്നീട് പലപ്പോഴും നമുക്കത് കാണുന്നുണ്ട്. ഇപ്പോ പല രാജാക്കന്മാരും ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നവരുണ്ട് അല്ലെ. ഇപ്പൊ മുഗൾ സാമ്രാജ്യത്തിൽ തന്നെ പല മക്കളും അധികാരം കിട്ടാൻ വേണ്ടി അച്ഛനും അമ്മയും തടവിലിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈവൻ ആ മഹാഭാരതത്തിന്റെ കാലത്ത് പറയുന്ന കഥകളിൽ തന്നെ മഗധയിലുള്ള രാജാക്കന്മാരെ പറ്റി പറയുമ്പോൾ ബിംബിസാരന്റെ മകനായിട്ടുള്ള അജാതശത്രു ചെയ്യുന്നത് അച്ഛനും അമ്മയും കൊല്ലുന്നത് പട്ടിണി കിട്ടിയാണ്, ഭക്ഷണം തീരെ കൊടുക്കാതെ കൊല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം കുറെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ബുദ്ധവിശ്വാസിയായി മാറുന്ന സമയത്ത് ഈ കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് ക്ഷമയാചിക്കുന്നുണ്ട്, ബുദ്ധനോട് ക്ഷമയാചിക്കുന്നുണ്ട്. അപ്പൊ ഈ തരത്തിൽ അച്ഛനും അമ്മന്റെയും ഇഷ്ടമാണ് പ്രധാനം. അതായത് ഒരു പുരുഷാധിപത്യ സ്വഭാവം സമൂഹത്തിന് വരുന്നുണ്ട്. ഞാനാണ് ഇതിന്റെ ഈ രാജ്യത്തിന്റെ തലവൻ, എന്റെ ഇഷ്ടമാണ് പ്രധാനം. മറ്റേതൊരു സിസ്റ്റമാണല്ലോ. സിസ്റ്റം പാലിക്കുമ്പോൾ നമ്മളൊരു പ്രൊമോഷൻ, സീനിയോറിറ്റി പ്രൊമോഷൻ പോലെയാണ് സിസ്റ്റം പാലിക്കുമ്പോൾ. സിസ്റ്റം മാറുകയും ഈ തരത്തിൽ ഒരു വ്യക്തിയുടെ ഇഷ്ടം പ്രധാനമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിന്റെ ഒരു നാടകീയത നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നാടകത്തിൽ നമ്മൾ അരിസ്റ്റോട്ടലിന്റെ നാടകത്തിന്റെ തിയറീസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയും എന്താണ് നാടകത്തിൽ സംഭവിക്കുന്നത്. ഒരു നായകനെ നിങ്ങളൊരു മരത്തിൽ കയറ്റി വെക്കുന്നു, അയാൾക്കൊരു ആഗ്രഹമുണ്ട്, എന്നിട്ട് അയാൾ കല്ലെടുത്തെറിഞ്ഞിട്ട് അയാൾ ആഗ്രഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് അയാളെ നിങ്ങൾ മരത്തിൽ നിന്ന് താഴ്ത്തിറക്കിയിട്ട് ആഗ്രഹം നിർവഹിച്ചു കൊടുക്കുന്നു. ഇതാണ് നാടകത്തിൽ സംഭവിക്കുന്നത് പറയാറുണ്ട്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നായകന് യാതൊരു തടസ്സവും ഇല്ല എന്ന് വയ്ക്കാം. അവിടെ നാടകമില്ല, തിയേറ്റർ എലിമെന്റ് ഇല്ല. ഒരാള് ഇപ്പൊ നമ്മൾ ഒരു പ്രണയകഥ എടുക്കാം, ഒരാള് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, അവരുടെ അടുത്ത് വരും പറഞ്ഞു, അവർക്ക് യാതൊരു വിരോധമില്ല. അച്ഛനും അമ്മയുടെ അടുത്ത് പറഞ്ഞു, അവരും യാതൊരു വിരോധമില്ല, കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെന്ത് സിനിമയാണ്? അതിൽ സിനിമയില്ലല്ലോ. സിനിമ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അച്ഛനും അമ്മയ്ക്ക് എതിരാവണം, ഇവളാദ്യം എതിർക്കണം, പിന്നെ വളരെ കഷ്ടപ്പെട്ട് ഇവളുടെ സ്നേഹം സമ്പാദിക്കണം, അച്ഛനും അമ്മയും എതിർക്കണം. ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവുമ്പോഴാണ് തിയേറ്റർ എലിമെന്റ് വർക്ക് ചെയ്യുക, നാടകാംശങ്ങൾ വർക്ക് ചെയ്യുക. ഇത് നോക്കിയാൽ നിങ്ങൾ 5 മക്കളിൽ നിന്ന് ആദ്യത്തെ മകനെടുത്ത് തന്നെ പോയി ചോദിച്ചപ്പോൾ അവൻ പറയാണ് എന്റെ ചെറുപ്പ യൗവനം നിങ്ങൾ എടുത്തോളൂ വെച്ചാന്ന് പറഞ്ഞാൽ അതിലൊരു തിയേറ്റർ എലിമെന്റ് ഇല്ല, അതിലൊരു നാടകമില്ല. നേരെ മറിച്ച് 4 മക്കളും എനിക്ക് പറ്റില്ല എന്ന് പറയുകയും അങ്ങനെ ഈ ക്യാരക്ടർ, ഈ നായക കഥാപാത്രമായിട്ടുള്ള ക്യാരക്ടറുടെ മനസ്സിൽ തന്റെ മോഹം നടക്കാതെ പോവുമോ എന്ന് പേടി വരികയും അവസാനം ഇത് ഒരാൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് നാടകാംശം ഇതിൽ പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ പ്രധാനപ്പെട്ട പോയിന്റും കൂടെ ഈ കഥയായിട്ട് പറയാനുള്ളത്, ഇതില് യയാതി എന്ന് പറയുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ബുദ്ധമതത്തിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ട ഒരു ക്യാരക്ടറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. യയാതി അവസാനം പുരുവിന്റെ അടുത്ത് വന്നിട്ട് പുരുവിന്റെ ചെറുപ്പം തിരിച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതായത് മോഹം ഒരിക്കലും അവസാനിക്കില്ല, കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്ന പോലെയാണ് മോഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സമ്പത്തോ പൊന്നോ സ്ത്രീയോ പശുവോ എന്തു കൊടുക്കുന്നതും. അതുകൊണ്ട് മോഹം മോഹം മൂഢത്വമാണ്, ആഗ്രഹങ്ങൾ മൂഢത്വമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മോഹത്തെ ഉപേക്ഷിക്കുമ്പോഴാണ് ഒരാൾക്ക് മുക്തി കിട്ടുന്നത്, മോക്ഷം കിട്ടുന്നത് എന്ന ദർശനം യഥാർത്ഥത്തിൽ ആരുടെയാണ്? ബുദ്ധന്റെ ദർശനമാണ്. അപ്പൊ നോക്കിയേ, മഹാഭാരതത്തിന്റെ കാലത്താണെങ്കിൽ ശരി, അതിന്റെ മുൻപേയുള്ള കാലത്താണെങ്കിലും ശരി, ഇന്ത്യയിൽ ഉടനീളം സംഭവിക്കുന്ന സംഘട്ടനം എന്ന് പറയുന്നത് ബുദ്ധദർശനവും ഹൈന്ദവ ദർശനവും തമ്മിലുള്ള സംഘട്ടനമാണ്. ആ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കെ തന്നെ, അല്ലെങ്കിൽ ആ സംഘട്ടനത്തിന് ഒരു ഘട്ടം കഴിയുമ്പോൾ അറിയാതെ ബുദ്ധമതക്കാരും അറിയുന്നുണ്ടാവില്ല, ഒരുപക്ഷെ ഹിന്ദു മതക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബ്രാഹ്മണ മതക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അറിയാതെ ബുദ്ധമതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദർശനത്തെ മഹാഭാരതത്തിലെ യയാതിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ സ്വാംശീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ യയാതിയുടെ കഥയുടെ പ്രത്യേകത, അത് ഊന്നുന്ന സ്ഥലം എന്ന് പറയുന്നത്, അത് ലാൻഡ് ചെയ്യുന്ന ഒരു കേന്ദ്രം എന്താണ്? മകന്റെ ചെറുപ്പം കിട്ടിയോ ഇല്ലേ എന്നുള്ള അല്ല പ്രശ്നം. മകന്റെ ചെറുപ്പം കിട്ടിയാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പം മുഴുവൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ മകന്റെയോ മകളുടെയോ ചെറുപ്പം കിട്ടി, അത് മുഴുവൻ നിങ്ങൾ ആസ്വദിച്ചാൽ പോലും ചെറുപ്പത്തോടുള്ള, യൗവനത്തോടുള്ള, ധനത്തോടുള്ള, സമ്പത്തിനോടുള്ള, രതിയോടുള്ള മോഹം നിങ്ങൾക്ക് അവസാനിക്കില്ല. അതുകൊണ്ട് ഈ മോഹം തന്നെയാണ് ദുഃഖത്തിന്റെ കാരണം എന്ന് പറയുന്ന ബുദ്ധന്റെ ദർശനം ഉണ്ടല്ലോ,
ആ ബുദ്ധന്റെ ദർശനമാണ് യയാതി എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത്. ഞാൻ ഈ കഥയിൽ മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിന്റെ നമ്മൾ ഉപനിഷത്തുകളാണെങ്കിലും മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും ഈ കഥകളൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതിൽ സംഭവിക്കുന്നത് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന പല പല ദർശനങ്ങളുണ്ടല്ലോ, അത് പാശ്ചാത്യമായ ദർശനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പല ദർശനങ്ങളുണ്ടല്ലോ. ഈ ദർശനങ്ങളൊക്കെ അറിയാതെ നമ്മുടേതായിട്ട് നമ്മൾ സ്വാംശീകരിക്കും. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലിമെന്റ്. ഇപ്പോ ഈ എന്താ പറയാ ഹൈന്ദവ നമ്മുടെ ഹരപ്പ മോഹൻജോദാരോ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന പശുപതി എന്ന് പറയുന്ന ഒരു ദൈവം, അത് പിന്നീട് ത്രിമൂർത്തി സങ്കല്പത്തില് ഈ ആര്യന്മാര് വന്ന ആര്യ വിഭാഗത്തിന്റെ ഇന്ദ്രനും വിഷ്ണുവും അവരുമൊക്കെ ആയിട്ട് സമന്വയിച്ചുകൊണ്ട് ഒരു ത്രിമൂർത്തി സങ്കല്പം വരുന്നത് പോലെ തന്നെ ഇവിടെ യയാതി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക്, കഥാപാത്രത്തിലേക്ക് ബുദ്ധന്റെ ദർശനങ്ങൾ ലയിച്ചു ചേരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ കഥയുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അടുത്ത കഥ എന്താണെന്ന് വെച്ചാൽ ശന്തനു എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കഥയാണ്. ഈ കഥ ഇതേപോലെ തന്നെ, ഈ കഥയുടെ ഒരു പ്രത്യേകത, ഇവിടെ ആരംഭിക്കുന്നത് കുരുക്ഷേത്രം വരെ നീളുന്ന ഒരു വലിയ ധർമ്മസങ്കടങ്ങളുടെ, വലിയ പ്രശ്നങ്ങളുടെ ഒക്കെ കഥയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ശന്തനു വരുന്നുണ്ട്, സത്യവതി വരുന്നുണ്ട്, ഭീഷ്മ ശപഥം വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു കഥയിലാണ് വരുന്നത്. ഇക്ഷ്വാകു എന്ന് പറയുന്ന ഒരു വംശം, ഇക്ഷ്വാകു വംശത്തിന് ഇക്ഷ്വാകു എന്നൊരു രാജാവിന്റെ പേരായിരുന്നു. ഇക്ഷ്വാകു സൂര്യവംശത്തിൽപ്പെട്ട ഒരു രാജാവിന്റെ പേരാണ് ഇക്ഷ്വാകു. അദ്ദേഹത്തിന്റെ പേരിൽ ഈ ഒരു വംശം അറിയപ്പെട്ടു തുടങ്ങി. ആ ഇക്ഷ്വാകു വംശത്തിലെ പേര് കേട്ട ഒരു രാജാവായിരുന്നു ശന്തനു. ഹസ്തിനപുരത്തിലെ രാജാവാണ്. അദ്ദേഹം വേട്ടയാടി, ഗംഗയുടെ തീരത്തൂടെ വേട്ടയാടി ഇങ്ങനെ നടക്കണം. അപ്പൊ ഗംഗയുടെ തീരം എന്ന് പറഞ്ഞാൽ നിറയെ കാടാണല്ലോ, കാടും ഒക്കെ ആയിട്ട് നിറഞ്ഞ് അവിടെയാണ് രാജാക്കന്മാര് പലപ്പോഴും വേട്ടയാടാൻ വേണ്ടിയൊക്കെ പോകുന്നത്. കാട്ടിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, കാട്ടിൽ നിന്ന് സാധാരണ കാണാനിടയുള്ള പെൺകുട്ടികളുണ്ടല്ലോ, ഒരു ഗോത്രവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ കാണാം, ആശ്രമത്തിലെ മുനികുമാരികളെ കാണാം, ഇതൊക്കെ രാജാവിന് പരിചയമുണ്ട്. പക്ഷെ ഇവരൊന്നും അല്ലാത്ത ഒരു ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്നതുപോലെ ഗന്ധർവകുമാരിയെ പോലെ അതിസുന്ദരിയായിട്ടുള്ള സർവ്വ അലങ്കാരങ്ങളും അണിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ രാജാവ് കാണാണ്, ശന്തനു കാണാണ്. ശന്തനു അവളുടെ അടുത്ത് വന്നിട്ട് 2-3 ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കാണ്. ആ 2-3 ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നതിന് അവസാനത്തെ ചോദ്യത്തിന് മാത്രമേ ഇവള് മറുപടി പറയുന്നുള്ളൂ. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി രാജാവ് ചോദിക്കുന്നുമില്ല, ആവശ്യപ്പെടുന്നുമില്ല. അതിന്റെ ദുരന്തമാണ് പിന്നീട് രാജാവ് അനുഭവിക്കുന്നത്. രാജാവ് ചോദിക്കുന്നത്, നീ ദേവകന്യകയാണോ? ആരാണ് നീ? ദേവകന്യകയാണോ അല്ലെങ്കിൽ ഗന്ധർവ കന്യകയാണോ? എന്റെ മഹാറാണി ആവാമോ നിനക്ക്? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി കിട്ടിയതിന്റെ ശേഷമല്ല എന്റെ മഹാറാണി ആവാമോ നിനക്ക് എന്ന് ചോദിക്കുന്നത്. രാജാവ് ഇവളെ കണ്ടിട്ട് അതിന്റെ ഒരു പരിഭ്രമത്തിൽ, ഇഷ്ടം, അത്രയേറെ ഇഷ്ടം കൊണ്ട്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ മയങ്ങി അവളുടെ കാൽക്കൽ വീണിട്ട് ഈ എല്ലാ ചോദ്യവും ഒരുമിച്ചാ ചോദിക്കുന്നത്. നീ ആരാണ്? എവിടുന്നാ വരുന്നത്? ദേവലോകത്ത് നിന്ന് വരികയാണോ? അപ്സര സ്ത്രീയാണോ? ഗന്ധർവ കന്യകയാണോ? എന്റെ മഹാറാണി ആവാമോ നിനക്ക്? അപ്പൊ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യം മുതലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞിട്ടാണ് അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ്. ഈ പെൺകുട്ടി അവസാനത്തെ ചോദ്യത്തിന് മാത്രമേ ഉത്തരം പറഞ്ഞുള്ളൂ. എന്താ ഉത്തരം? ഞാൻ തയ്യാറാണ്, അങ്ങയുടെ മഹാറാണിയാവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ഒരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? ഞാൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്താലും, കൊട്ടാരത്തിൽ വന്ന് ഞാൻ എങ്ങനെ പെരുമാറിയാലും എന്ത് ചെയ്താലും ചോദ്യം ചെയ്യരുത്. ചോദ്യം ചെയ്താലോ? ചോദ്യം ചെയ്താൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനോ ഒന്നും പോകുന്നില്ല, ശപിക്കാനോ ഒന്നും പോകുന്നില്ല. ഞാൻ പിന്നെ അവിടെ ഉണ്ടാവില്ല, ഞാൻ പിന്നെ നിങ്ങളുടെ കൂടെ ജീവിക്കില്ല. അത്രേ ഉള്ളൂ. ഒരു രാജാവ് അത് വളരെ ലളിതമാണല്ലോ. വേണ്ടെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്ത് അവിടെ ഇറങ്ങിപ്പോയിക്കോളല്ലോ, വേറൊരു ബാധ്യത ഉണ്ടാവില്ലല്ലോ. രാജാവ് അത് അത്രയേറെ ഇഷ്ടമുള്ളത് കൊണ്ട് രാജാവ് മറ്റൊന്നും ആലോചിക്കാതെ സമ്മതിക്കുകയും ഇവളെ കൂട്ടി കൊട്ടാരത്തിലേക്ക് പോവുകയും അങ്ങനെ ഈ പെൺകുട്ടിയെ ഈ ശന്തനു വിവാഹം ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി ഒരു വർഷത്തെ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇവളൊരു കുട്ടിക്ക് ജന്മം കൊടുത്തു, ഒരു പുത്രനുണ്ടായി. പുത്രനുണ്ടായപ്പോൾ കൊട്ടാരത്തിലാകെ വലിയ ഉത്സവമായി. മധുര വിതരണവും ഉത്സവവും നൃത്തവും പാട്ടും ഒക്കെ. കാരണം ഹസ്തിനപുരത്തിന്റെ അവകാശിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം രാജാവ് ജനലിനുള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു വളരെ പുലർച്ചയ്ക്ക് ഈ പെൺകുട്ടിയുണ്ട് തന്റെ പ്രസവിച്ച അധിക ദിവസം അല്ലാത്ത കുഞ്ഞിനെയും മാറോടടുക്കിയിട്ട് ഗംഗയുടെ തീരത്തേക്ക് പോന്നു. എന്തോ ആവശ്യത്തിന് പോകാമെന്നാണ് രാജാവ് ആദ്യം വിചാരിച്ചത്. അവിടെ ചെന്നിട്ട് ഒരു മനുഷ്യ സ്ത്രീ ഒരിക്കലും ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ
ഈ പെൺകുട്ടിയെ കയ്യിലെടുത്ത് ഉയർത്തിയിട്ട് ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ അല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് പുഴയിലേക്ക് ഒരു ഒറ്റ എറണം. ഗംഗയാണെങ്കിൽ കുത്തിമറിഞ്ഞ് കലങ്ങി, നൂലിട്ടാൽ നൂലെത്താത്ത അത്ര ആഴത്തിലുള്ള കലങ്ങി മറിഞ്ഞ പുഴയിലേക്ക് ഈ പിഞ്ചു കുഞ്ഞിനെ വലിച്ചൊരേറാണ്. എലേറിയപ്പോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ കൂളായിട്ട് തിരിച്ചു വരികയും ചെയ്തു. രാജാവാകെ സ്തബ്ധനായി നിന്നുപോയി. എന്താണ് ഇവൾക്ക് പറ്റിയത്? മാനസിക രോഗിയായോ? എന്താണ് ഇങ്ങനെ ഒരു സ്ത്രീ ചെയ്യുമോ? പക്ഷെ എന്താ പ്രശ്നം? ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്താ നീ ഇങ്ങനെ ചെയ്തത്? നീ എന്ത് തോന്നിയാസ കാണിച്ചേ ചോദിച്ചാൽ ഇവളപ്പം ഇറങ്ങിപ്പോവും. രാജാവിന് അത് ആലോചിക്കാൻ പോലും വയ്യ. ഇവളില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് രാജാവിന് ആലോചിക്കാൻ പോലും വയ്യ. മാനസിക രോഗം ഉണ്ടെന്നൊക്കെ രാജാവ് ആദ്യം സംശയിച്ചു. പക്ഷെ ഇല്ല, പിന്നെ തിരിച്ചു വന്നിട്ട് യാതൊരു പ്രാന്തിന്റെ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല. വളരെ സ്വാഭാവികമായിട്ട് ഒരു കൊട്ടാരത്തിലെ ഒരു മഹാറാണി പെരുമാറേണ്ട രീതിയിൽ തന്നെ എല്ലാവരോടും പെരുമാറുന്നു. ബാക്കി എല്ലാ കാര്യത്തിലും രാജാവ് ഈ സങ്കടം എങ്ങനെയൊക്കെയോ സഹിച്ച്, ഇവളെ ഉപേക്ഷിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് ഈ സങ്കടം സഹിച്ച് ഒന്നും ചോദിക്കാതെ പിടിച്ചു നിർത്തി പിന്നെയും ജീവിച്ചവരോടൊപ്പം. അടുത്ത വർഷം വീണ്ടും ഒരു കുട്ടിയില്ലേ. അപ്പോഴും ഇതേപോലെ രാജാവിന് വലിയ ആശ്വാസമായി, ഒരു കുട്ടി കൂടെ ഉണ്ടായല്ലോ രാജ്യത്തിന്റെ അവകാശമായിട്ട്. ഇതേപോലെ തന്നെ ഒരു ദിവസം പുലർച്ചയ്ക്ക് അധിക ദിവസം ആവുന്നതിന് മുമ്പ് ഈ സ്ത്രീ ഇറങ്ങിപ്പോയി കുട്ടിയെ കൊണ്ടുപോയിട്ട് പുഴയിലെടുത്ത് ചെന്നപ്പോ നിനക്ക് സന്തോഷമായല്ലോ എന്ന് ചോദിച്ചിട്ട് ഒറ്റയേറാണ്. രാജാവിന് വല്ലാത്ത ഭ്രാന്ത് പിടിക്കുമെന്നായി, മാനസികമായിട്ട് വല്ലാത്ത ധർമ്മസങ്കടത്തിലായി, ഭരിക്കാൻ പോലും ഇഷ്ടമില്ലാതെ. പക്ഷെ ഈ സ്ത്രീയെ ഉപേക്ഷിക്കാൻ എന്തുകൊണ്ടോ ഈ രാജാവിന് പറ്റിയതുമില്ല. അതുകൊണ്ട് അദ്ദേഹം പിന്നെയും സഹിച്ചു. ഇങ്ങനെ 7 വർഷം ഈ സ്ത്രീയുടെ കൂടെ ഇവളുടെ ഈ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഒരക്ഷരം പോലും എതിർത്തു പറയാതെ അനുഭവിച്ചുകൊണ്ട് രാജാവ് ഇവളോടൊപ്പം താമസിച്ചു. 8ാമത്തെ വർഷം വീണ്ടും ഇവൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെയുമായിട്ട് പോകുന്ന സമയത്ത് രാജാവ് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, ദുഷ്ടേ, മതിയാക്ക്, നിനക്ക് ഇനി മതിയായില്ലേ? എന്താ നീ കാണിക്കുന്നത്? ഈ പിറന്ന കുട്ടികളെ മുഴുവനും, പിഞ്ചു കുഞ്ഞുങ്ങളെ മുഴുവൻ ഈ പുഴയിലേക്ക് എറിഞ്ഞ് കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഒരു ക്രൂരമായിട്ടുള്ള മൃഗം പോലും അതിന്റെ കുട്ടിക്ക് വേണ്ടി അതിന്റെ ജീവൻ കളയും. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ അത് പറ്റി? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നിന്നെ കണ്ട്, നിന്നെ ഇഷ്ടപ്പെട്ട്, നിന്നെ വിവാഹം ചെയ്തു, കൊട്ടാരത്തിലെ രാജകുമാരിയാക്കി കൊണ്ടുവന്നു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? എന്നെ എന്തിനാണ് ഇത്രയേറെ നീ വിഷമിപ്പിക്കുന്നത്? ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഉജ്ജ്വലമായ തേജസ്സോടെ, ആദ്യം കണ്ട അതേ സൗന്ദര്യത്തോടു കൂടിയിട്ട്, കാട്ടിൽ വെച്ച് ആദ്യം കണ്ട അതേ സൗന്ദര്യത്തോടു കൂടി ഈ പെൺകുട്ടി തിരിഞ്ഞു നിന്നു. അവളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു, 8ാമത്തെ കുട്ടിയുണ്ടായിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, രാജാവേ, അങ്ങ് പ്രതിജ്ഞ ലംഘിച്ചു. ഇപ്പോ നമുക്ക് പിരിയേണ്ട സമയമായിരിക്കുന്നു. പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. നിങ്ങൾ അത്രയേറെ വാശി പിടിച്ച് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ 8ാമത്തെ മകനുണ്ടല്ലോ, ആ മകനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇപ്പോഴല്ല, സമയമാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവനെ ഇപ്പോ സംരക്ഷിക്കാം. രാജാവ് അവളുടെ മുമ്പിൽ കൈ കൂപ്പി കരഞ്ഞോണ്ട് ചോദിച്ചു, എന്തിനാ നീ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ഏതൊരു മനുഷ്യനാണെങ്കിൽ ചോദിച്ചു പോകുന്ന ഈ 8 വർഷം ക്ഷമിച്ചത് തന്നെ ഒരു മനുഷ്യ സ്വഭാവത്തിൽ പെട്ടതല്ല. ഇത്രയേറെ ക്ഷമിച്ചത് നിന്നോടുള്ള അടക്കാൻ കഴിയാത്ത പ്രണയം കൊണ്ടാണ്. ഇപ്പൊ ഈ ചോദിച്ചതിന്റെ പേരില് നീ എന്നെ വിട്ടു പോവാൻ തയ്യാറാവുകയാണ്. ഇപ്പോഴും നീ മറുപടി പറയുന്നില്ല. അപ്പൊ ഇവള് പറഞ്ഞു, രാജാവ് അങ്ങ് ദുഃഖിക്കരുത്, വിധിയാണ് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ, വിധിയാണെന്ന് അങ്ങ് മനസ്സിലാവണം. പണ്ട് വസിഷ്ഠന്റെ വീട്ടിലൊരു നന്ദിനി എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഒരു പശു ഉണ്ടായിരുന്നു. അത് സാധാരണ ഒരു പശുവല്ല, എന്ത് ചോദിച്ചാലും ചോദിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കുന്നത് മുഴുവൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു പശുവായിരുന്നു. ആ പശുവിനെ അഷ്ടവസുക്കള് മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പം വസിഷ്ഠൻ അതിൽ ദേഷ്യം പിടിച്ച അഷ്ടവസുക്കളെ ശപിച്ചു. മനുഷ്യഗർഭത്തിൽ പിറന്ന്, സ്ത്രീ യോനിയിൽ പിറന്ന് മനുഷ്യരായിട്ട് മാറട്ടെ നിങ്ങൾ എന്നാണ് ശപിച്ചത്. അപ്പൊ ഈ ശാപമേറ്റ ഉടനെ തന്നെ അഷ്ടവസുക്കൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഗംഗാദേവിയാണ്. അങ്ങ് ഇപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പുഴയുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഈ ഗംഗാ നദിയാണ്. എന്റെ മാറിലേക്ക് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ വലിച്ചെറിഞ്ഞത്, വേറെ എങ്ങോട്ടുമല്ല. അപ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് അഷ്ടവസുക്കൾ ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ അമ്മയാവണം, ഞങ്ങൾക്ക് ഭൂമിയിൽ മനുഷ്യരായിട്ട് പറക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയായിട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു, അവരുടെ ആവശ്യം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അമ്മയാവാൻ വേണ്ടി മനുഷ്യവേഷം ധരിച്ച
നദിയായിട്ടുള്ള, ഈ പുണ്യ നദിയായിട്ടുള്ള, ദേവനദിയായിട്ടുള്ള, സ്വർഗനദിയായിട്ടുള്ള ഗംഗയാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് അഷ്ടവസ്തുക്കൾക്ക് പിതാവാൻ വേണ്ടി ഭാഗ്യം സിദ്ധിച്ച പുരുഷനാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അങ്ങ് ഏറ്റവും ആഗ്രഹിക്കുന്ന പുണ്യലോകങ്ങളൊക്കെ അങ്ങക്ക് ലഭ്യമാണ്. ഈ പുത്രനെ എനിക്ക് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല. എന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ, സന്തോഷമായല്ലോ എന്ന് ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. അവർക്ക് വളരെ പെട്ടെന്ന് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവരെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് ഈ സ്ത്രീ രാജാവിനോട് പറയും. സമയമാകുമ്പോൾ ഈ മകനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് എന്ന് ഈ സ്ത്രീ ഇവരോട് പറയുകയും ചെയ്തു. അങ്ങനെ ദുഃഖിതനായിട്ട് തിരിച്ച് ശന്തനു വീണ്ടും കൊട്ടാരത്തിലേക്ക് വന്നു. വല്ലാണ്ട് ധർമ്മസങ്കടത്തിലായി. രാജ്യകാര്യങ്ങൾക്കും ജീവിതത്തിൽ തന്നെ താല്പര്യമില്ലാതെ കുറെ സങ്കടപ്പെട്ടു. പക്ഷെ പിന്നെ രാജാവായതുകൊണ്ട് പ്രജകളുടെ കാര്യം നോക്കണമല്ലോ എന്നുള്ള തരത്തിൽ ആളുകളൊക്കെ, മന്ത്രിമാരും ബാക്കി ആൾക്കാരും അദ്ദേഹത്തെ നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചു. 10-12 വർഷം ഇങ്ങനെ പോയി. 12 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ രാജാവ് പഴയതുപോലെ തന്നെ നായാട്ടിനൊരിക്കൽ പോയിട്ട് ഗംഗയുടെ തീരത്തുള്ള കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച്, അപ്പൊ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഗംഗാ നദി ബാക്കി എല്ലാ സ്ഥലത്തും നല്ല ആഴത്തിൽ നല്ല വീതിയിൽ കുതിച്ചൊഴുകുന്ന ഗംഗ ഒരു സ്ഥലത്തുണ്ട് വളരെ മെലിഞ്ഞൊരു നീർച്ചാല് പോലെയായിട്ട് വരുന്നു. അപ്പൊ ശന്തനുവിന് വലിയ അത്ഭുതം, എന്താ പറ്റിയെന്ന്. അപ്പം കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് എന്താണ് ഈ നദിക്ക് പറ്റുന്നതെന്ന് അന്വേഷിച്ച് മുന്നോട്ട് ചെന്നപ്പം ഒരു 10-12 വയസ്സായ ഒരു ആൺകുട്ടിയുണ്ട്. അതിതേജസ്വിയായിട്ടുള്ള മിടുക്കനായ ഒരു ആൺകുട്ടി. അവൻ അസ്ത്രം എയ്തിട്ട് നിരനിരയായിട്ട് അസ്ത്രം എയ്യാണ് ചെയ്യുന്നത്. അസ്ത്രം എയ്തിട്ട് ആ അസ്ത്രങ്ങൾ കൊണ്ട് തടുത്തിട്ട് ഗംഗയുടെ ഒഴുക്ക് അവൻ നിശ്ചലമാക്കിയതാണ്. അപ്പൊ ഇവന്റെ അസ്ത്രത്തിന്റെ തടവ് കൊണ്ടാണ് ഗംഗയ്ക്ക് സാധാരണ പോലെ ഒഴുകാൻ പറ്റാതെ അതൊരു നീർച്ചാല് മാത്രമായിട്ട് ഒഴുകുന്നത്. ശരധാര കൊണ്ട് ഈ കുട്ടി ഗംഗയെ തടഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. രാജാവ് അത്ഭുതത്തോടെ ഈ കുട്ടിയെ ഇങ്ങനെ നോക്കി കുറച്ചു നേരം നിന്നു. അപ്പൊ രാജാവ് നോക്കുന്നത് കണ്ടപ്പോ കുട്ടി പെട്ടെന്ന് കാട്ടിനുള്ളിലേക്ക് ഓടി മറിയുകയും ചെയ്തു. പെട്ടെന്ന് രാജാവിന് ഒരു മിന്നൽ പിണര് പോലെ തന്റെ മകനെയും തന്റെ ഭാര്യയെയും ഓർമ്മ വന്നു. തനിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകനെ പോകുന്ന യാത്രയാവുന്ന സമയത്ത് ഭാര്യ കൊണ്ടുപോയതാണ്. അവൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമയമാകുമ്പോൾ. ഈ കാര്യങ്ങളൊക്കെ രാജാവിന്റെ മനസ്സിൽ പെട്ടെന്ന് വരികയും രാജാവ് കൈകൂപ്പിക്കൊണ്ട് എന്റെ മകനെ എനിക്ക് തിരിച്ചു തരൂ എന്ന് തന്റെ ഭാര്യയായിരുന്ന ഗംഗയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പം പഴയ രൂപത്തിൽ തന്നെ സർവാലങ്കാര വിഭൂഷതയായിട്ട് ഗംഗാദേവി പണ്ട് ശന്തനുവിന്റെ ഭാര്യയാവാൻ വേണ്ടി വന്ന അതേ വേഷത്തിൽ തന്നെ 12 വയസ്സായ ഈ കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട്, നേരത്തെ ശരധാര കൊണ്ട് ഗംഗയെ തടഞ്ഞ ഈ കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് രാജാവിന്റെ മുമ്പിൽ വന്നു. രാജാവിനോട് പറഞ്ഞു, ശന്തനുവിനോട് പറഞ്ഞു, ഇത് അങ്ങയുടെ 8ാമത്തെ പുത്രൻ. ഇവന്റെ പേര് ദേവവ്രതൻ എന്നാണ്. ഇവൻ അതിസമർത്ഥനാണ്. പരശുരാമനാണ് ഇവന്റെ ഗുരു. അസ്ത്രവിദ്യയില് ഇവന്റെ ഗുരു. എല്ലാ വിദ്യകളും ഇവന് പൂർത്തിയായിരിക്കുന്നു. ഈ മകനെ അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് രാജാവിന് ദേവവ്രതനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ ഗംഗാ ദേവി മറഞ്ഞു പോവുകയും ചെയ്തു. രാജാവ് ഇവനെ ഇക്ഷ്വാകു വംശത്തിന്റെ അല്ലെങ്കിൽ ഹസ്തിനപുരത്തിന്റെ യുവരാജാവായിട്ട് ഈ ചെറുപ്പക്കാരനെ ദേവവ്രതനെ അഭിഷേകം ചെയ്യിച്ചു. അങ്ങനെ യുവരാജാവായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്. ബാക്കി കഥ നമുക്ക് പിന്നീട് തുടങ്ങാം. ഈ ഇക്ഷ്വാകു എന്ന് പറയുന്ന വംശം ഉണ്ടല്ലോ, ആ ഇക്ഷ്വാകു എന്ന് പറയുന്ന വംശത്തിന്റെ ഒരു പ്രത്യേക, ഇക്ഷു എന്ന് പറഞ്ഞാല് കരിമ്പാണ്. ഇക്ഷ്വാകു വംശത്തില് ഒരുപാട് രാജാക്കന്മാരുണ്ട്. ശ്രീരാമൻ ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട ആളാണ്. അതേപോലെ തന്നെ ഈ 24 തീർത്ഥങ്കരന്മാരുണ്ട് ജൈനമതത്തിൽ. അതിൽ 22 പേരും ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ടവരാണ്. ബുദ്ധമതത്തിൽപ്പെട്ട ഗൗതമ ബുദ്ധൻ ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ടവനാണ്. നമുക്ക് നല്ല പരിചയമുള്ള അംബരീഷൻ, ബാഹുബലി, ഹരിശ്ചന്ദ്രൻ, ദിലീപൻ, സഗരൻ, രഘു തുടങ്ങിയവരൊക്കെ ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ്. നോക്കിയാൽ നിങ്ങൾക്ക് വേറൊരു യുഗത്തിലുള്ള ശ്രീരാമനെ വരെ ഇക്ഷ്വാകു വംശത്തിൽ കാണാൻ പറ്റുമായിരുന്നു. ഇന്ത്യയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വംശമാണ് ഇക്ഷ്വാകു വംശം എന്ന് പറയുന്നത്. സൂര്യവംശവും ചന്ദ്രവംശവുമാണ് പ്രധാനമായിട്ട് 2 വംശങ്ങൾ. അതിൽ സൂര്യവംശത്തിലെ രാജാവായിരുന്നു ഇക്ഷ്വാകു. ഇക്ഷ്വാകുവിന്റെ പിതാവ് വൈവസ്വത മനു ആയിരുന്നു. അദ്ദേഹമാണ് ഈ രാജ്യത്തിന്റെ അവകാശം ഇക്ഷ്വാകുവിനെ ഏൽപ്പിക്കുന്നത്. ഇക്ഷു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ കരിമ്പാണ്. ഇഷു ഇച്ഛായാം ഇക്ഷു, ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യർ അതിനെ ആഗ്രഹിച്ചു പോകും മധുരം കൊണ്ട്. അതുകൊണ്ട് അതിന്റെ പേര് ഇക്ഷു
എന്നാണ് ഇക്ഷു എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ ഇക്ഷ്വാകു എന്ന് പറഞ്ഞാലുണ്ടല്ലോ കരിമ്പിന്റെ മധുരത്തെ പോലും ഇല്ലാതാക്കുന്ന കയ്പ് എന്നാണ് അർത്ഥം. അമരകോശം അതിന് അർത്ഥം കൊടുത്തിരിക്കുന്ന ഇക്ഷ്വാകു എന്നുള്ളതിന് കയ്പച്ചൊരങ്ങുണ്ടല്ലോ, ചൊരങ്ങയില്ലേ, കഴിക്കുന്ന ചൊരങ്ങ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. നോക്കിയ ഒരു അത്ഭുതകരമായിട്ടൊരു കാര്യം, ഇത്രയേറെ പ്രശസ്തമായിട്ടൊരു രാജവംശത്തിന് എന്തുകൊണ്ടാണ് ഒരു കഴിക്കുന്ന വസ്തുവിന്റെ പേര് കൊടുത്തത് എന്ന് വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഞാൻ കുറെ അന്വേഷണങ്ങളൊക്കെ നടത്തി. ഞാൻ ഡോക്ടർ M രാഘവാര്യനെ വിളിച്ചു ചോദിച്ചപ്പോൾ മാഷ് പറയുന്നത് അത് ഔഷധികളുടെ ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിലാണ് അമരകോശം ഇക്ഷ്വാകു എന്നതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ കയ്പല്ല അവിടെ പരിഗണിക്കേണ്ട പ്രശ്നം, അതിന്റെ ഔഷധ ഗുണമാണ്. മാനവ സമൂഹത്തിന്റെ, മനുഷ്യരാശിയുടെ ഒരുപാട് അസുഖങ്ങൾക്ക്, ധർമ്മസങ്കടങ്ങൾക്ക്, പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തിയ ഒരു രാജവംശം എന്നോ അല്ലെങ്കിൽ ഒരു രാജാവ് എന്നോ അർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ഔഷധമായിട്ട് ഒരു രാജവംശം മാറുന്നതിന്റെ തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇക്ഷ്വാകു എന്ന് ഈ വംശത്തിന് പേര് കൊടുത്തത് എന്നാണ് M രാഘവാര്യർ പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി. ഞാനും ആ തരത്തിൽ ചിന്തിക്കുകയാണ്. അല്ലാതെ നമുക്ക് വേറൊരു അർത്ഥവും പറയാനില്ല, ഒരു ന്യായീകരണം പറയാനില്ലല്ലോ. ഇത്രയും നല്ല അല്ലെങ്കിൽ ഇത്രയും പ്രഗത്ഭമായിട്ടുള്ള ഒരു രാജവംശത്തിന് ഇങ്ങനെ ഒരു കയ്പച്ചൊരങ്ങയുടെ പേര് ഇടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഈ കഥയുടെ മറ്റു വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോവാം. ഇപ്പോ 8 മണിയായി. എല്ലാ ആളുകൾക്കും നമസ്കാരം. നിരവധി പേര് ഈ കഥ കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം.